സനാതനധർമ്മത്തിൻ്റെ സാരഥി, ഹൈന്ദവ ജനതയുടെ സമുന്നതനായ ആചാര്യൻ. സ്വാമിജിയെക്കുറിച്ച് വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടതുണ്ട്. കോഴിക്കോട് സർവകലാശാലയിലെ സനാതനധർമ്മപീഠം, അദ്ദേഹം കേരള സ്റ്റേറ്റ് മാർഗദർശക് മണ്ഡലിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. 40-ലേറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. സനാതനധർമ്മ പ്രചരണത്തിനായി പലവിധം കോഴ്സുകൾ നടത്തുകയുമാണ് ആശ്രമത്തിൻ്റെ ഫെസിലിറ്റീസിലൂടെ. അദ്ദേഹത്തെ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയുന്നില്ല. ഗഹനമായ വേദാന്ത തത്വങ്ങളെ സരളവും സരസവുമായ വിധം നമ്മെ പഠിപ്പിക്കുന്ന കോഴിക്കോട് കൊളത്തൂർ അദ്വൈത ആശ്രമത്തിൻ്റെ മഠാധിപതിയായ സ്വാമി ചിദാനന്ദപുരിയെ ഭക്ത്യാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. The next guest has flown all the way from Kerala to give us a talk and enlighten us, and conclude with an interactive question and answer session where you can ask any questions. Can I please invite Swamiji onto the stage? Gurur Brahma, Gurur Vishnu, Gurur Devo Maheshwaraha, Guru Sakshat Param Brahma, Tasmai Shri Gurave Namaha. Om Sadashiva Samarambham Shankaracharya Madhyamam Asmadacharya Paryandam Vande Guru Paramparam. ഇവിടെ ലണ്ടൻ ഹിന്ദു ഐക്യവേദിയുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിൽ 2ാം വാർഷിക യോഗത്തിലാണ് നമ്മളൊക്കെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് അല്പം ചില വാക്കുകൾ മാത്രം പറയാം. തുടർന്ന് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഇന്ന വിഷയമാകണമെന്നില്ല, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയും. അറിയില്ലാച്ച സുഖം, അറിയില്ല പറയാൻ. ഇത്രയും നേരം വളരെ സന്തോഷവും ആഹ്ലാദവുമൊക്കെ ഉണ്ടാക്കുന്ന പല കാര്യപരിപാടികളാണ് ഇവിടെ നടന്നത്. അല്പസമയത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒരു വിപരീത ദിശയിലേക്ക് നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താ? ഒരു വലിയൊരു യുദ്ധക്കളം മനസ്സിൽ കാണുക. ഒരു മഹായുദ്ധം നടന്നു കഴിഞ്ഞ വലിയൊരു യുദ്ധക്കളം. 64 കിലോമീറ്റർ നീളം, 64 കിലോമീറ്റർ വീതി. അത്രയും വലിയൊരു യുദ്ധക്കളം, 40-ലധികം മൈലുകൾ നീളവും വീതിയുമുള്ളൊരു യുദ്ധക്കളം. അതിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ ശരീരങ്ങൾ, ലക്ഷക്കണക്കിന് ആനകളുടെ, കുതിരകളുടെ ഒക്കെ ശവശരീരങ്ങൾ, തളം കെട്ടി കിടക്കുന്ന, അങ്ങേയറ്റം ദുർഗന്ധം പ്രസരിപ്പിക്കുന്ന രക്തത്തിൻ്റെ വലിയ ശേഖരങ്ങൾ. അതിൻ്റെ മധ്യത്തിൽ ശവശരീരങ്ങളിൽ നിന്ന് മാംസഭാഗങ്ങൾ കൊത്തിവലിക്കുന്ന കഴുകന്മാർ, കടിച്ചു കൊണ്ടുപോകുന്ന കുറുനരികൾ. ആ രംഗമൊന്ന് മനസ്സ് കാണും. അങ്ങനെയുള്ളൊരു മഹായുദ്ധഭൂമിയുടെ മധ്യത്തിൽ പരിപൂർണ ബോധത്തോടുകൂടി
ഒരല്പവും ബോധക്ഷയം സംഭവിക്കാതെ ഒരു മനുഷ്യൻ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ അല്പം ചില പോറലുകൾ ഉണ്ടെന്നല്ലാതെ ഓർമ്മയ്ക്കൊരു കുഴപ്പമില്ല. ശരശയ്യയുടെ മുകളിൽ ഒന്ന് സങ്കല്പിക്കൂ ആ മനുഷ്യൻ്റെ കിടത്തത്തെ. അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ പൂർണ്ണ പ്രജ്ഞയോടുകൂടിയാണ് ഈ മധ്യത്തിൽ. ഒരു നിമിഷം മനസ്സിൽ സങ്കല്പിക്കുക, ആരായിരുന്നു അത്? മറ്റാരുമല്ല, സർവശാസ്ത്രജ്ഞനായ ഭീഷ്മ പിതാമഹൻ. ഭീഷ്മരെ പോലെ ധർമ്മശാസ്ത്രത്തിൽ അറിവുള്ള ഒരാളെ ലോകം കണ്ടിട്ടില്ല. സർവശാസ്ത്രജ്ഞനാണ്. പക്ഷേ അവസാനം കിടക്കുന്ന അവസ്ഥയോ, അവസാനം കിടക്കേണ്ടി വന്ന അവസ്ഥയോ ഒന്ന് ചിന്തിക്കുക. ഇവിടെയാണ് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ടിങ്ങനെ കിടക്കേണ്ടി വന്നു? ഇത്രയും ശാസ്ത്രജ്ഞാനിയായ, വേദാന്തത്തിൻ്റെ സാരം ഗ്രഹിച്ച, ധർമ്മശാസ്ത്രങ്ങളുടെ മർമ്മം മുഴുവൻ മനസ്സിലാക്കിയ, ഇന്നും ഭീഷ്മരുടെ ഉപദേശത്തെ അതിക്രമിക്കുന്ന ഒരു ഉപദേശ ഗ്രന്ഥം ധർമ്മശാസ്ത്രത്തിലില്ല. ഇക്കണോമിക്സ് എന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്നോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്നോ ഏത് പേരിൽ നമ്മൾ വിളിച്ചാലും മഹാഭാരതത്തിൽ ഭീഷ്മർ നൽകിയ ഉപദേശത്തെ അതിക്രമിക്കുന്നൊരു ഉപദേശം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം അറിയുന്ന ഒരു മഹാൻ എന്താ ഇങ്ങനെ ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു? അതും ലക്ഷക്കണക്കിന് ശരീരങ്ങളുടെ മധ്യത്തിൽ. ഈ ചോദ്യം നമ്മൾ ചോദിക്കുക. അപ്പോഴാണ് നമ്മൾ കാണുന്നത് വലിയ രാജസദസ്സ്, കൗരവ സദസ്സ്. ആ സദസ്സിലേക്ക് ഒരു മാതൃരൂപിണിയെ, അതെ, നമ്മൾ സ്ത്രീകളെ കാണുന്നത് മാതൃഭാവത്തിലാണ്, അങ്ങനെയുള്ളൊരു യുവതിയെ വലിച്ചിഴച്ച് കൊണ്ടുവരികയാണ്. ദുര്യോധനൻ്റെ നിർദ്ദേശമനുസരിച്ച് ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രം പിടിച്ചു വലിച്ചൂരുകയാണ്. അതെ, ആ പാഞ്ചാലി ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞു, ആരുമില്ല ഇവിടെ. ഒരു സ്ത്രീയുടെ വസ്ത്രം രാജസദസ്സിൽ ബലപൂർവകം ഉരിഞ്ഞ് അഴിക്കുമ്പോൾ ഇത് നോക്കി കാണുന്നവരാണോ നിങ്ങളൊക്കെ? ഒരു കൈ തടുക്കാൻ ഇവിടെ ആരുമില്ലേ? വിളിച്ചു കരഞ്ഞു പാഞ്ചാലി. ഒരാളും ഉണ്ടായില്ല. നടുത്തളത്തിലേക്ക് ഇറങ്ങി വന്ന് അരുതിത് ചെയ്യാൻ എന്ന് പറഞ്ഞു വികർണൻ. പക്ഷേ വികർണൻ്റെ ശബ്ദം എങ്ങും ഉയർന്നില്ല. ആ സമയത്ത് വലിയ വലിയ അറിവുള്ളവരോരോരുത്തർ തല കുനിച്ചിരുന്നു. അക്കൂട്ടത്തിൽ കുനിഞ്ഞ തലയുമായി ഇരിക്കുകയായിരുന്നു ഭീഷ്മർ. നിർത്തവിടെ എന്ന് പറഞ്ഞ് നടുത്തളത്തിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ആ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കില്ലായിരുന്നു. ഒരു സ്ത്രീയുടെ വസ്ത്രമുരിയുന്ന സമയത്ത് ഉണ്ട ചോറിന് കൂറ് കാണിച്ചുകൊണ്ട് തല കുനിച്ചിരുന്നു ഭീഷ്മർ. എന്താ പരിണാമം? ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. ഇതെന്തുകൊണ്ട് ഇപ്പം പറഞ്ഞു തുടങ്ങിയെന്ന് ചോദിച്ചാൽ, അന്ന് ഒരു സ്ത്രീയുടെ വസ്ത്രമാണ് ഉരിഞ്ഞതെങ്കിൽ ഇന്ന് മാതൃധർമ്മത്തിൻ്റെ വസ്ത്രാക്ഷേപം ഏതെല്ലാം തരത്തിൽ നടക്കുന്നു, എവിടെയെല്ലാം നടക്കുന്നു, എങ്ങനെയെല്ലാം നടക്കുന്നു. ഈ സനാതനധർമ്മത്തിൻ്റെ, മാതൃധർമ്മത്തിൻ്റെ വസ്ത്രാക്ഷേപം പല വിധത്തിൽ നടക്കുന്നത് കണ്ടിട്ടും ഒരു പ്രതികരണവുമില്ലാതെ ഭീഷ്മരെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ തല താഴ്ത്തിയിരുന്നാൽ സംശയമൊന്നുമില്ല, ഈ എല്ലാവർക്കും ഒരുങ്ങി നിൽക്കുന്നുണ്ട് ശരശയ്യ. ഒരു സംശയം ഇതിലില്ല. ഒന്ന് മാത്രം പറയാം,
ഭീഷ്മർ സ്വന്തം ഇഷ്ടത്തോടു കൂടിയാണ് ശരശയ്യയിൽ കിടന്നതെങ്കിൽ നമ്മളെ പലരും പിടിച്ച് കടത്തും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നേ വഴിയുള്ളൂ, ധർമ്മത്തെ രക്ഷിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരിക. ധർമ്മമെന്ന് നമ്മൾ പറയുമ്പോൾ അത് റിലീജിയൻ അല്ല, മതം എന്നുള്ള അർത്ഥത്തിലല്ല ധർമ്മം. മതം എന്നുള്ളതിനേക്കാൾ എത്രയോ വലിയ അർത്ഥമാണ് ധർമ്മശബ്ദത്തിനുള്ളത്. ഹിന്ദു മതമല്ല, ഹിന്ദു ധർമ്മമാണ്, സനാതന ധർമ്മമാണ്, വൈദിക ധർമ്മമാണ്. ഈ ധർമ്മത്തിലേക്ക് ഇന്ന് ലോകം മുഴുവൻ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലോകം മുഴുവൻ. ഈ പറയുന്നത് വെറുതെ പറയുന്നൊരു വാക്കല്ല. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഭൂരിപക്ഷം ഈ ധർമ്മത്തിലേക്ക് ഉറ്റുനോക്കുന്നില്ലായിരിക്കാം. പക്ഷേ വിചാരശീലതയുള്ളൊരു ന്യൂനപക്ഷം, അതെ, ലോകത്തെ നയിച്ചിട്ടുള്ളത് ഈ ന്യൂനപക്ഷമാണല്ലോ. ക്രിയേറ്റീവ് മൈനോറിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ക്രിയാത്മകമായ ന്യൂനപക്ഷമാണല്ലോ ലോകത്തെ എന്നും നയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ന്യൂനപക്ഷം, ക്രിയാത്മക ന്യൂനപക്ഷം, സത്യത്തെ അന്വേഷിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇന്ന് ധർമ്മത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഒരു സംശയവും ഈ പറയുന്നതിനില്ല. എന്തേ അങ്ങനെ ഉറ്റുനോക്കാൻ കാരണം? കാരണം മറ്റൊന്നല്ല, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ. അതെ, എത്ര പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ. ഏതെങ്കിലും രണ്ട് ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്ര നേതാക്കന്മാർ ഒത്തുകൂടി കഴിഞ്ഞാൽ അവരുടെ ചർച്ചയിലെ ആദ്യത്തെ വിഷയമായി തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എങ്ങനെ? സ്വാർത്ഥപരായണനായ മനുഷ്യൻ്റെ കയ്യിൽ സാങ്കേതിക വിദ്യ വന്ന സമയത്ത് ചൂഷണം 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 എന്ന ഒറ്റ ഉപാധിയുമായി ചരിക്കുന്ന മനുഷ്യൻ ഇന്നത്തെ ഇക്കോസിസ്റ്റത്തെ തന്നെ, ഈ പരിസ്ഥിതിയെ മൊത്തം താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണൊരു പരിഹാരമാർഗം? എന്താണൊരു പരിഹാരമാർഗം? ലോകം അന്വേഷിക്കുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ഇതൊക്കെ നേരെയാവില്ല, ഇതൊന്നും നേരെയാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വിഭാഗം നിരാശരായി കഴിയുന്നുണ്ടാവാം. പക്ഷേ വിചാരശീലതയുള്ള, അന്വേഷണത്വരയുള്ള വലിയ സമൂഹം ഇന്ന് ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് ഈ ലോകം ഇന്ന് കഴിയുകയാണ്? ഒരു രാജ്യം പോലും ഒഴിവില്ലാത്ത വിധം. ഏതൊരു വ്യക്തിക്കും നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. ആ രാജ്യങ്ങളുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാ രാജ്യങ്ങളും ഭീതിയിലാണ്. എന്തേ കാരണം? മതങ്ങൾ ഒഴുക്കി വിടുന്ന രക്തപ്പുഴകൾ. ജീവനോടെ കുട്ടികളെ കുഴിമാന്തി 1000 പേരെയൊക്കെ ഒന്നിച്ചിട്ടിട്ട് മണ്ണുകൊണ്ട് മൂടി അടയ്ക്കുന്ന രീതികൾ ലോകം ഇന്ന് കാണുന്നു. എന്താണ് ഈ ലോകത്തെ മുഴുവൻ ഒന്നായി സ്നേഹിക്കാനുള്ളൊരു ദർശനം? മാറ്റി സ്നേഹിക്കാനല്ല, മാറ്റാൻ സ്നേഹിക്കാനുമല്ല. അങ്ങനെയൊക്കെ സ്നേഹമാകാം. മാറ്റാൻ വേണ്ടി സ്നേഹിക്കാം, മാറ്റിയും സ്നേഹിക്കാം. എന്നാൽ മാറ്റാനും മാറ്റിയുമല്ലാതെ ഇന്നുള്ളതുപോലെ ലോകത്തെ സ്നേഹിക്കാൻ അതേതൊരു ദർശനമാണ് അതിനെ പഠിപ്പിക്കുന്നത്? ഈ ഒരു അന്വേഷണം ഇന്ന് ലോകത്തിൽ വളരുന്നുണ്ട്. സംശയമേതുമില്ലാതെ പറയട്ടെ, ഈ പറഞ്ഞ 3 അന്വേഷണങ്ങളും ഇന്ന് നീളുന്നത്, അവയുടെ ദൃഷ്ടി നീളുന്നത് ഭാരതീയ സംസ്കൃതിയിലേക്കാണ്. യാതൊന്നിനെ സനാതന ധർമ്മമെന്നോ ഹിന്ദു ധർമ്മമെന്നോ വൈദിക ധർമ്മമെന്നൊക്കെ പറയുന്നുവോ, ഈ ഒരു ധർമ്മത്തിലേക്ക്. ഈ സന്ദർഭത്തിലാണ് ഇത്തരം ഹിന്ദു ഐക്യവേദി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും വരുന്നത്. നോക്കൂ, കാലം നിർണയിക്കാനാവാത്ത ഒരു വേദമന്ത്രത്തിലേക്ക് അല്പനേരം ശ്രദ്ധയാകർഷിക്കട്ടെ. കാലം നിർണയിക്കാൻ അസാധ്യമാണ് ഋഗ്വേദ സംഹിതയുടെ. ആ സംഹിതയുടെ ഏറെക്കുറെ ആരംഭത്തിൽ
ദേവതാസ്തുതിയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഋഷി ഒരാശയത്തെ മുന്നോട്ട് വെച്ചു. കൃണ്വന്തോ വിശ്വമാര്യം. വലിയൊരാശയമാണ്. കൃണ്വന്തോ വിശ്വമാര്യം. ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠമാക്കി തീർക്കാം. അതെ, ആക്രമിച്ച് കീഴടക്കാമെന്നല്ല, കോളനികൾ സ്ഥാപിക്കാമെന്നല്ല, പിന്നെ ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠമാക്കി തീർക്കാം. എത്രയൊരു ഉദാത്തമായ സങ്കല്പം എന്ന് നോക്കൂ. എത്ര വലിയൊരു ഉദാത്തമായ സങ്കല്പമാണിത്. കാരണം നോക്കൂ, പ്രാചീന ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കാലം നിർണയിക്കാനാവാത്ത പ്രാചീന ശാസ്ത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കേവലം ശാന്തിയുടെ മന്ത്രങ്ങൾ മാത്രമല്ല ഋഷിമാർ പഠിപ്പിച്ചത്. ഈ ഭൂമിയിലുള്ളവർക്ക് ശാന്തി ഉണ്ടാവട്ടെ, ഈ സൗരയൂഥത്തിലുള്ളവർക്ക് ശാന്തി ഉണ്ടാവട്ടെ, അന്യഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും കഴിയുന്നവർക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് സർവ്വലോകത്തിനും ശാന്തി ആശീർവദിച്ച അതേ ഋഷീശ്വരന്മാർ ഉഗ്രങ്ങളായ ആയുധങ്ങളെ നിർമ്മിക്കാനുള്ള മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, എന്തിനാ? വാൽമീകി രാമായണത്തിൽ ലങ്കയെ നിരീക്ഷിക്കുന്ന ഹനുമാൻ കാണുന്നൊരു ഭാഗമുണ്ട്. ലങ്കയുടെ ചുറ്റും പരിധി, ആ പരിധിക്ക് ചുറ്റും കിടങ്ങുകൾ, കിടങ്ങിനും പ്രാകാരത്തിനും മധ്യത്തിലായിട്ട് നിറയെ ശതഘ്നികൾ സ്ഥാപിച്ചിരുന്നു എന്നാണ്. ശതഘ്നി എന്ന് പറഞ്ഞാൽ ഒരു വിക്ഷേപണത്തിന് 100-ലധികം പേരെ കൊല്ലുന്നതാണ് ശതഘ്നി. ഇന്നത്തെ ഭാഷയിൽ മിസൈൽ എന്നൊക്കെ പറയാം. ശതാൻ ഘ്നന്ദീതി ശതഘ്നി. 100 കണക്കിന് പേരെ കൊല്ലാൻ ശക്തിയുള്ള മാരകമായ ആയുധമാണ് ശതഘ്നി. ഈ ശതഘ്നി ചുറ്റും വിന്യസിച്ചിരുന്നു. ഇനി ധനുർവേദത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഹ സംസ്കരണത്തിൻ്റെ, മെറ്റലർജിയുടെ, യാനതന്ത്രത്തിൻ്റെയൊക്കെ സൂക്ഷ്മങ്ങളായ ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യാനതന്ത്രത്തിൻ്റെ, വാഹന നിർമ്മാണത്തിൻ്റെ ഇത്രയ്ക്കധികം ഭൗതിക ജ്ഞാന സഞ്ചയമുണ്ടായിട്ടും ലോകത്തിൽ എത്ര രാജ്യങ്ങൾ വേണമെങ്കിൽ ആക്രമിച്ച് കീഴടക്കി കോളനി സ്ഥാപിക്കാൻ കഴിയുമായിരുന്നിട്ടും ഋഷീശ്വരന്മാർ പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഒന്ന് മാത്രം: ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് നയിക്കാം, നന്മയിലേക്ക് നയിക്കാം. അതാണല്ലോ ആ സംസ്കൃതിക്ക് ഭാരതം എന്ന് പേര് വന്നത്. എന്താ ഭാരതം? പാണിനീയ ധാതുപാഠത്തിൽ ഭാ ധാതുവിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ്. ഭാ ദീപ്തൗ, ദീപ്തി, പ്രകാശം. അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൽ രതി ചെയ്യുന്ന, പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്ന, പ്രകാശത്തിൽ ആനന്ദിക്കുന്ന, പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്ന ഒരു സംസ്കൃതി, ഒരു രാഷ്ട്രം, അതിൻ്റെ പേരാണ് ഭാരതം. ഏതാ ഈ പ്രകാശം? ഇവിടെ വലിയ പ്രകാശമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും കാണില്ല, ഒരു വസ്തുവും കാണില്ല, ഒരാളെയും കാണില്ല. വലിയ പ്രകാശമുണ്ട്. ഇങ്ങനത്തെ പ്രകാശമാണോ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പ്രകാശം? അല്ലേ അല്ല. ഇതുപോലെ കലാപ്രകടനമൊക്കെ ആണെന്ന് വെച്ചാൽ അവിടുത്തെ ആരെയും കാണണ്ട, അവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് കണ്ടാൽ മതി. പക്ഷെ പ്രഭാഷണമാകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് കാണേണ്ടത്. ഇങ്ങോട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ സംഘാടകർ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങോട്ട് കണ്ടാലേ ജനങ്ങളുടെ മുഖം കാണാവൂ. അപ്പോഴേ ലെവൽ ഉയർത്തണോ താഴ്ത്തണോ എന്ന് മനസ്സിലാവുള്ളൂ. നേരെ മറിച്ച് പോലെ കലാപ്രകടനം വെച്ചാൽ അങ്ങോട്ട് നോക്കിയിട്ട് കണ്ടാൽ മതി. ഇതിപ്പോൾ ഇങ്ങോട്ട് കണ്ടില്ലെങ്കിലും ഒന്നുമില്ല, ഇവിടുന്ന് അങ്ങോട്ട് ശബ്ദം കേട്ടാൽ മതി. സന്തോഷമായി. ഈ ഒരു മാറ്റം വന്നാൽ മതി. ഈ ഒരു മാറ്റം മാത്രമേ ആവശ്യമുള്ളൂ, വേറൊന്നും ആവശ്യമില്ല. ഇരിക്കട്ടെ. ഈ പ്രകാശമാണോ? അല്ല. പിന്നെ ഏത് പ്രകാശമാ? അറിവിൻ്റെ പ്രകാശം. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പഠിപ്പിച്ചു തരും: സർവേഷാം ശോഭമാനാനാം ശോഭനതമാ ഹി വിദ്യ. പ്രകാശിക്കുന്ന എല്ലാത്തിലും വെച്ച് ഏറെ പ്രകാശിക്കുന്നത് അറിവിൻ്റെ പ്രകാശമാണ്, ജ്ഞാനപ്രകാശം.
ഭൗതികമെന്നോ ആധ്യാത്മികമെന്നോ തരംതിരിക്കേണ്ട ആവശ്യമില്ല. പൗരസ്ത്യമെന്നോ പാശ്ചാത്യമെന്നോ തരംതിരിക്കേണ്ട ആവശ്യമില്ല. പഴയതെന്നോ പുതിയതെന്നോ തരംതിരിക്കേണ്ട ആവശ്യമില്ല. അറിവ് അറിവ്. ഈ അറിവിൻ്റെ പ്രകാശത്തിൽ അഭിരമിക്കുന്ന ഒരു സംസ്കൃതി, ഒരു രാഷ്ട്രം, അതിനാണ് നമ്മൾ ഭാരതം എന്ന് വിളിക്കുന്നത്. ഭാവവും രാഗവും താളവും എല്ലാം സമന്വയിക്കപ്പെട്ടൊരു സംസ്കൃതി. ചിന്തിക്കുക, ഈ ഒരു സംസ്കൃതി അറിവിൻ്റെ പ്രകാശത്തെ പ്രസരിപ്പിക്കുന്നതിലൂടെ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കി തീർക്കാമെന്ന് സങ്കല്പിച്ചു. ഋഷിമാരായി ഏൽപ്പിച്ച ആ മഹാദൗത്യം നിർവഹിക്കേണ്ടവരാണ് നമ്മളൊക്കെ. അതെ, സംശയമില്ല. ഈ പറഞ്ഞതിൻ്റെ പ്രായോഗികമായൊരു തലത്തിലേക്ക് ശ്രദ്ധ തിരിക്കട്ടെ. കാലം നിർണയിക്കാനാവാത്ത മറ്റൊരു സ്മൃതി ഗ്രന്ഥത്തെ പറയാം, മനുസ്മൃതി. ഈ മനുസ്മൃതിയുടെ ആരംഭത്തിൽ തന്നെ ലോകത്തിലെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ജംബുദ്വീപത്തെ വർണ്ണിക്കും. ജംബുദ്വീപം എന്ന് പറഞ്ഞാൽ ഏഷ്യ. അനന്തരം ഏഷ്യയിൽ ഉൾപ്പെട്ട ഭാരതത്തെക്കുറിച്ച് വർണ്ണിക്കും. ഇങ്ങനെ ഭാരതത്തെ വർണ്ണിക്കുന്ന സമയത്ത് മനു പറയുന്ന ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. ഏതദ്ദേശപ്രസൂതസ്യ സകാശാദഗ്രജന്മനഃ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഃ. വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠമാക്കാമെന്ന്. അതെങ്ങനെ എന്ന പ്രായോഗികതയാണ് ഈ പറയുന്നത്. ഏതദ്ദേശപ്രസൂതസ്യ അഗ്രജന്മനഃ സകാശാത്. ഈ ഭാരതഭൂമിയിൽ ജനിച്ച വിദ്വാന്റെ അരിക നിന്ന് സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ, സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. ആര്? ഭാരതത്തിലെല്ലാ ജനങ്ങളും എന്നല്ല, ജംബുദ്വീപത്തിലെല്ലാ ജനങ്ങളും എന്നല്ല, പിന്നെ പൃഥിവ്യാം സർവമാനവാഹ. പൃഥിവ്യാം സർവേ മാനവാഹ. ഈ ഭൂമിയിലെല്ലാ മനുഷ്യരും, ഭൂമിയിലെല്ലാ മനുഷ്യരും. താല്പര്യം, ലോക ഗുരുവായിരുന്നു ഭാരതം. ഓരോ രാഷ്ട്രത്തിനും മനുഷ്യർക്കുള്ളതുപോലെ വ്യത്യസ്ത വ്യക്തിത്വങ്ങളുണ്ട്. ചില രാഷ്ട്രങ്ങൾ അതിൻ്റെ അടിസ്ഥാന വ്യക്തിത്വം കച്ചവടമായിരിക്കും. ചില രാഷ്ട്രങ്ങളുടെ അടിസ്ഥാന വ്യക്തിത്വം കൃഷിയായിരിക്കും. ചില രാഷ്ട്രങ്ങളുടെ അടിസ്ഥാന വ്യക്തിത്വം തനത് ഭാവത്തിനനുസൃതമായി ഭിന്ന ഭിന്നമായിരിക്കും. ഭാരതത്തിൻ്റെ വ്യക്തിത്വം എന്നും ഗുരുവിൻ്റെ വ്യക്തിത്വമായിരുന്നു. അറിവിനെ പ്രസരിപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു. അതെ, സംശയത്തിനില്ല. പക്ഷേ വലിയൊരു അന്തരം വന്നുപോയി. ആ നിരന്തരമായ വിജ്ഞാന പാരമ്പര്യത്തിൽ വലിയൊരു വിടവ് വന്ന ശേഷം, ഒരു മധ്യകാലഘട്ടം അന്ധകാരത്തിലൂടെ കടന്നു വന്ന ശേഷമാണ് നമ്മൾ പലപ്പോഴും ഇന്ന് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ ഈ തനത് മഹിമ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. പലപ്പോഴും പകരം എന്തെല്ലാമോ അനാചാരങ്ങളുടെയും അബദ്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും മാത്രം ഭൂമികയായിരുന്നു ഭാരതമെന്ന് പഠിപ്പിക്കുന്നു. എന്തിനേറെ, ഒരു രാഷ്ട്രസങ്കല്പം പോലും ഭാരതത്തിന് കൈവന്നത് അത് കോളനി ഭരണത്തിന് കീഴിൽ നിലനിന്നതിന് ശേഷമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. യജുർവേദത്തിലും അഥർവവേദത്തിലും രാഷ്ട്രശബ്ദം എത്ര പ്രാവശ്യം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? ആ ബ്രഹ്മൻ ബ്രഹ്മവർച്ചസി ജായതാം ആസ്മിൻ രാഷ്ട്രേ തുടങ്ങിയ മന്ത്രങ്ങളിൽ രാഷ്ട്രശബ്ദം സുസ്പഷ്ടമാണ്. രാജ്യശബ്ദമല്ല. നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടപ്പോഴും ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു. രാജ്യങ്ങൾ പലതായിരുന്നു, വിവിധ രാജ്യങ്ങൾ. രാജ്യം എന്ന് പറഞ്ഞാൽ അത് കിങ്ഡം എന്ന് പറയാം, ഒരു രാജാവിനാൽ ഭരിക്കപ്പെടുന്ന പ്രദേശം. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക മഹിമയാൽ ശോഭിക്കുന്ന പ്രദേശമാണ് രാഷ്ട്രം. ഇതാണ് രാജ്യവും രാഷ്ട്രമുള്ള വ്യത്യാസം.
ചിന്തിക്കുക. ഈ രാഷ്ട്രം ലോകത്തിന് മുഴുവൻ പ്രകാശത്തെ പരത്തി ജഗദ്ഗുരു പദവിയിൽ വിരാജിച്ചു. വിജ്ഞാനീയ ശാഖകളിൽ എത്രയെത്ര മേഖലകളിൽ അളവറ്റ ശാസ്ത്രങ്ങളെ പ്രദാനം ചെയ്തു. അത്ഭുതപ്പെടും, നമ്മൾ അത്ഭുതപ്പെടും. പക്ഷേ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിൽ ആത്മനിരാസത്തിൻ്റെ, ആത്മവിസ്മൃതിയുടെ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ ഇരുട്ടിൽ തപ്പുന്നവരായി നമ്മൾ. എന്നാൽ ഇന്ന് നമ്മൾ വീണ്ടും കാണുകയാണ്, ലോകത്തെ വിചാരശീലതയുള്ളവർ, സത്യാന്വേഷണത്വരയുള്ളവർ ഉത്സാഹത്തോടു കൂടി ഇന്ന് അന്വേഷിക്കുകയാണ്. വീണ്ടും ഈ കാഴ്ച സാർവത്രികമായി കാണുന്നു, സാർവത്രികമായി. ദൃഷ്ടാന്തങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്, ഒട്ടനവധി. വ്യക്തിപരമായി ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത 2 ദൃഷ്ടാന്തങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. 2 ദൃഷ്ടാന്തങ്ങൾ. ഒന്ന്, ഒരു 5 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമാണ്. നമ്മൾ ചില പ്രഭാഷണങ്ങളും ക്ലാസ്സുകളുമൊക്കെയായി ഒരു യാത്രയിലാണ്. ഈ സംഭവം ഇറ്റലിയിലാണ് നടക്കുന്നത്. ഇറ്റലിയിൽ ഫ്ലോറൻസ് സിറ്റിയിൽ. അവിടെ ഒരു പ്രഭാഷണത്തിന് നമ്മൾ 4 മണിക്കാണ് തുടങ്ങേണ്ടത്. 3:40 ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്നതിൽ പ്രധാന നേതൃത്വം വഹിക്കുന്ന അമ്മ ഒരു 3:58 ആയപ്പോൾ തൊഴുകയ്യോടുകൂടി അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വാമിജി അങ്ങ് ക്ഷമിക്കണം, നമുക്ക് തുടങ്ങാൻ 2 മിനിറ്റ് താമസമുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന എന്നോടായി പറയുന്നേ. 2 മിനിറ്റ് താമസമുണ്ട്, ക്ഷമിക്കണമെന്ന് തൊഴുകയ്യോടുകൂടി പറയുന്നു കേരളത്തിൽ നിന്ന് വന്ന എന്നോട്. ഏതെന്നോട്? വളരെ കഷ്ടപ്പെട്ട് 4-5 മണിക്കൂറല്ല, ഒരു 7.5-8 മണിക്കൂർ യാത്ര ചെയ്തൊരു ക്ഷേത്രത്തിലെത്തി പ്രഭാഷണത്തിന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ അന്വേഷിച്ചിരുന്നു ഇവിടുന്ന് ലാസ്റ്റ് ബസ് എത്ര മണിക്കാന്ന്. മറ്റൊന്നും കൂടി അന്വേഷിച്ചിരുന്നു, അതിന് തൊട്ട് മുമ്പുള്ള ബസ് എത്ര മണിക്കാന്ന്. അതെന്തിനാ സ്വാമി, ലാസ്റ്റ് ബസ് മാത്രം പോരെ? എന്തെങ്കിലും അത് ക്യാൻസൽ ചെയ്താൽ പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാ. ഏതായാലും 7 മണിക്ക് 6:30 മണിക്കാണ് പ്രഭാഷണം. 6:30 തുടങ്ങുന്ന മട്ടൊന്നുമില്ല. 6:45 നമ്മൾ പറഞ്ഞു 6:30 സമയം, 1/4 മണിക്കൂർ ലേറ്റായി. ഓ ചൂടാവല്ല സ്വാമി, ഞാൻ ചൂടായില്ലല്ലോ, സമയത്തെ പറ്റി ഓർമ്മിപ്പിച്ചതല്ലേ. 7 ഞാൻ പോവുകയാണ്. സമയനിഷ്ഠ മുഖ്യമാണ്. 6:30 എന്ന് പറഞ്ഞിട്ട് 7 തുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ 7 പറയണം, 7 തുടങ്ങാം. അങ്ങനെയാണോ സ്വാമി? പോവുകയാണോ? അതെ പോവുകയാണ്. ഉടനെ അനൗൺസ് ചെയ്യുന്നു, പരമപൂജനീയനായ ചിദാനന്ദപുരി സ്വാമികൾ നമ്മളെയെല്ലാം ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി ഈ ക്ഷേത്ര സങ്കേതത്തിലെത്തിയിരുന്നെങ്കിലും അത്യാവശ്യമായ ആശ്രമത്തിലേക്ക് തിരിച്ചെത്താൻ ഒരു ഫോൺ കോൾ വന്നതിനാൽ സ്വാമിജി തിരിച്ചു പോവുകയാണ്. ഈ കേരളത്തിൽ നിന്ന് വന്ന എന്നോടാണോ 1.25 മിനിറ്റിന് വേണ്ടിയിട്ട് ഈ അമ്മ തൊഴുകയ്യോടുകൂടി പറയുന്നത്? ഏതെല്ലാം വിശ്വാസം അവിടെ ഇരിക്കട്ടെ, അതിനെ ഞാൻ തകർക്കണ്ട. എന്താ പ്രശ്നം? കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. ഒരു പ്രധാനപ്പെട്ട ആൾ വരാനുണ്ട്, അതുകൊണ്ടാണ് സ്വാമി. അവർക്ക് പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയിട്ടില്ല, ഇവിടെ പാർക്കിംഗ് വലിയ പ്രശ്നമാണ്. അവർ വരട്ടെ, നമുക്ക് എന്നിട്ട് തുടങ്ങാമല്ലോ. ആരായിരിക്കും വലിയ ആൾ? ഞാൻ മനസ്സിൽ വിചാരിച്ചു. കേരളത്തിൻ്റെ മനഃശാസ്ത്രം അനുസരിച്ച് ഒന്നുകിൽ വലിയ പൈസക്കാരനായിരിക്കും. അതെ അതെ, അതാണ് കേരളത്തിൻ്റെ മനഃശാസ്ത്രം. അങ്ങനെ വല്ലതും ആണോ? അങ്ങനെ ആരും വന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണ ഗർഭിണി എന്ന് പറഞ്ഞാൽ പോരാ, ആസന്ന പ്രസവ. പ്രസവിക്കാനാവുമ്പോൾ വയറ് താഴുമല്ലോ. അങ്ങനെ വയറ് താണ അവസ്ഥയിലുള്ള ഒരു പരിപൂർണ ഗർഭിണി വയറൊക്കെ താങ്ങി പിടിച്ച് അങ്ങനെ വന്ന്, സ്വാമിജിയെ നമുക്ക് തുടങ്ങാം, നമ്മൾ ഇവരെയാണ് കാത്തിരുന്നത്. അതെ, ചിദാനന്ദപുരി സ്വാമി ദിവസവും ഉച്ചവരെ ആശ്രമത്തിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 2 സ്ഥലത്തെങ്കിലും എത്താറുണ്ട്. ചില ദിവസങ്ങളിൽ 3 പ്രഭാഷണങ്ങളെങ്കിലും ഒരു ദിവസം ഉണ്ടാവും. അപ്പം നിങ്ങളൊന്ന് കൂട്ടി നോക്കുക, 10-26 കൊല്ലമായിട്ട് എത്ര സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവുമെന്ന്. ഇന്ന് വരെ ഇത്ര പൂർണ്ണ ഗർഭിണി ഒരു പ്രഭാഷണത്തിന് വരുന്നത് കണ്ടിട്ടില്ല. മലയാളികളാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ജലദോഷം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ വയ്യ.
പിന്നെ കുട്ടി സ്കൂളിൽ നിന്ന് എത്ര മണിക്ക് വരും, അതുകൊണ്ട് വരാൻ വയ്യ, എന്തെങ്കിലും ഒഴിവ് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. കാലിൻ്റെ അടിയിൽ ചെറിയൊരു തരിപ്പുണ്ടോയെന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. അതെ, അത്രയൊക്കെ വേണ്ടു നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ, അല്ലാണ്ടെന്താ, സംശയമില്ല. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക, ഇത്ര പൂർണ്ണ ഗർഭിണി, ഭഗവാൻ ഇത് പ്രസവിക്കാനായിട്ടുണ്ട്. വന്നു, അവരിരുന്നു, പ്രഭാഷണം തുടങ്ങി. അപ്പം നമ്മൾ ഇവരെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കണുണ്ട് കേട്ടോ. പ്രഭാഷണം ചെയ്യുമ്പോഴൊക്കെ ഈ യുവതിയെ, ഗർഭിണിയെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കണുണ്ട്. അങ്ങനെ നോക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ കിടക്കണം എന്ന് പറഞ്ഞു. അവരവിടെ കിടന്നു. അവിടെയാണെങ്കിൽ ഈ പ്രഭാഷണം കേൾക്കാൻ വന്ന 99% പേർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇറ്റാലിയനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ പ്രഭാഷണം ഒരു 2 മണിക്കൂർ, ട്രാൻസ്ലേഷൻ ഒരു 2 മണിക്കൂർ, എല്ലാം കൂടി 4 മണിക്കൂർ ഒന്ന് കണ്ടു. ഇത്രയും സമയം മുഴുവൻ ഈ അമ്മ കേട്ടു മുഴുവൻ. അതുകൊണ്ട് എനിക്കൊരു കൗതുകമായി. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ നേരെ അവരെടുത്ത് ചെന്നു, ചേർത്ത് പിടിച്ചു, പേരൊക്കെ ചോദിച്ചു, പറഞ്ഞു. അവർ ഇറ്റാലിയൻ ഗവൺമെൻറ് സർവീസിലൊരു സയൻറ്റിസ്റ്റാണ്, സീനിയർ സയൻറ്റിസ്റ്റാണ്. വളരെ ഗൗരവപൂർണമായ റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രസവത്തിന് 6 ദിവസമേ ബാക്കിയുള്ളൂ ഡോക്ടർ പറഞ്ഞ കണക്കനുസരിച്ച്. 6 ദിവസം. അവർ ചോദിച്ചു, സ്വാമിജി ഞാൻ എന്തിനാ വന്നതെന്നറിയോ? കേൾക്കാൻ വേണ്ടി. കേൾക്കാൻ അഞ്ചവിടുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് പിന്നെ കേട്ടാൽ പോരെ, പിന്നെ എന്തിനാ പറയൂ? സ്വാമിയിൽ നിന്ന് നേരിട്ട് കേൾക്കാനാ. കാരണം ദാ ഇയാൾ അകത്തുനിന്ന് കേട്ടോളൂ. ആ സംസ്കാരത്തോടു കൂടി ആ കുട്ടി ജനിക്കും. വേദമന്ത്രങ്ങൾ, മന്ത്രത്തിൻ്റെ വ്യാഖ്യാന രൂപമായ പ്രഭാഷണം വയറ്റിലിരുന്ന് ഈ കുട്ടി കേൾക്കും. ആ സംസ്കാരത്തോടു കൂടി ആ കുട്ടി ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പണ്ട് വയറിനോട് വേദാന്തം ഉപദേശിച്ചൊരു കഥ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല. നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ പ്രചാരമുണ്ട്. വിശക്കുന്ന വയറിനോട് വേദാന്തം പറയരുതെന്നൊക്കെ ഒരുപാട് ബാനറുകളൊക്കെ നമ്മളെ സ്വീകരിക്കാൻ വെക്കാറുണ്ട് പലരും. മനസ്സിലായില്ലെന്ന് തോന്നുന്നു പലർക്കും. ഒന്നുകൂടി പറയാം, ചില പ്രഭാഷണ വേദികളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് വർണ്ണാഭമായ ബാനർ കാണാറുണ്ട്, വിശക്കുന്ന വയറിനോട് വേദാന്തം പറയുന്ന മൂഢന്മാർ എന്നൊക്കെ. ആരായിരിക്കും വയ്ക്കാന്ന് മനസ്സിലായല്ലോ. ശരി, ഏതായാലും കൊള്ളാം. വിശക്കുന്ന വയറിനോടല്ല, വിശപ്പ് മാറിയ വയറിനോട് വേദാന്തം ഉപദേശിച്ച ഒരു പൂർവ്വ ചരിത്രമുണ്ട്. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാധു, ഗർഭിണിയായ കയാധുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണ് ഇന്ദ്രൻ, പിടിച്ചു കൊണ്ടുപോവുക. അപ്പം നാരദ മഹർഷി പറഞ്ഞു, പാടില്ല, സ്ത്രീയെ കൊല്ല്, അതും ഗർഭിണിയെ വിട്. നാരദൻ പറഞ്ഞാൽ പിന്നെ ഇന്ദ്രന് നിവൃത്തിയില്ല. ഇപ്പം ഞാനെന്ത് ചെയ്യും? ഇവിടുന്ന് പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു, ഞാൻ സംരക്ഷിച്ചോളാം. ആ സമയത്താ നാരദനാകെ കൂടി ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചത്. മറ്റൊരു ദിവസം അങ്ങനെ സഞ്ചരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു കൂടാരം കെട്ടി അവിടെ കയാധുവിനെ വെച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വയറ് നിറച്ചിരിക്കുമ്പോൾ വയറിനെ നോക്കിയിട്ട് വേദാന്തം പറയും. അങ്ങനെ ഉള്ളിലിരുന്ന് കേട്ട് അസുരബാലൻ ഭക്തോത്തമനായി മാറി. ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് നിവൃത്തിയില്ല. കെട്ടിപ്പിടിച്ച് 2 ഉമ്മയൊക്കെ തന്നു. 6-ാം ദിവസം അവർ പ്രസവിച്ചു ആൺകുഞ്ഞ്. ആ കുഞ്ഞിന് സൂര്യ എന്ന് പേരിട്ടു. സൂര്യൻ. ഇത് കഥയല്ല പറയുന്നത്, ചിന്തിക്കുക. ഇതൊരു സംഭവം. ഇനി മറ്റൊരു സംഭവം സൂചിപ്പിക്കട്ടെ. അമേരിക്കയിൽ സെയിലസ്ബർഗിനടുത്ത് ഒരു ഗ്രാമം, അവിടെ ഒരു ഗോശാലയുണ്ട്. എൻ്റെ പേര് ലക്ഷ്മി കൗ സാങ്ച്വറി എന്നാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു ഡോക്ടർ ശങ്കര ശാസ്ത്രി. അദ്ദേഹം ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേഷനും ഒരുപാട് PhD ഒക്കെ ഉള്ള ആളാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് കിട്ടിയ ചില്ലുവാനൊക്കെ കൊണ്ട് ഒരു 45 ഏക്കർ ഭൂമി വാങ്ങി. എന്നിട്ട് 10-20 പശുക്കളുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുക. ലക്ഷ്മി എന്ന് വിളിച്ചാൽ ലക്ഷ്മി വരും, കാമധേനു എന്ന് വിളിച്ചാൽ കാമധേനു വരും, നന്ദിനി എന്ന് വിളിച്ചാൽ നന്ദിനി വരും. അങ്ങനെ അവിടുത്തെ ചുറ്റുപാട്. അങ്ങനെ ഒരിക്കൽ നമ്മൾ കാണാൻ പോയി. അവിടെ അടുത്തൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ കാണാൻ പോയി, ഒക്കെ സംസാരിച്ചു. അപ്പോൾ ഒരു സംശയം, നിങ്ങൾക്കിത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഇൻകം എവിടുന്നാണ് നമ്മൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്വാമി കാണിച്ചു തരാം.
നമ്മളെയും കൂട്ടിപ്പോയി ഒരു സ്ഥലത്ത് ചാണകത്തിൻ്റെ വരടി ഉണക്കാനിട്ടിരിക്കുക. ഒരു ഹാളിൽ അത് കഷ്ണമായി ചതുരത്തിൽ മുറിച്ചിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്തെ റൂമിൽ നല്ല മനോഹരമായി പാക്ക് ചെയ്തിട്ട് അത് മുഴുവൻ പേപ്പർ കേസുകളിലാക്കി ഇങ്ങനെ അട്ടി വെച്ചിരിക്കുക. സ്വാമി, ഇതാണ് എൻ്റെ ഇൻകം. പാല് ഞാൻ വിൽക്കാറില്ല. പാല്, മോര്, തൈര് ഒന്നും വിൽക്കില്ല. പാലൊക്കെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കും. അവിടെ 100 കണക്കിന് പൂച്ചകളുണ്ട്, എല്ലാത്തിനും കൊടുക്കും. ഇവിടുത്തെ ഇൻകം ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ഈ ചാണകം ഉണക്കി കഷ്ണമാക്കി വിറ്റിട്ടാണ്. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു, എന്തിനാ ഇത് നാട്ടുകാർ വാങ്ങിക്കൊണ്ടോണേ? ഹോമം ചെയ്യാനാണ്. അപ്പോൾ ഒരു സംശയം നമ്മളെ ഉള്ളിൽ, അല്ല ഇവിടെ സെറ്റിൽ ചെയ്ത ഇന്ത്യക്കാരാണോ ഹോമം ചെയ്യുന്നത്? സ്വാമിക്ക് എന്തിൻ്റെ ചൂടാ? അല്ല, അമേരിക്കക്കാരാ. മുമ്പ് അവർ പാത്തും പതുങ്ങിയും മറഞ്ഞിട്ടൊക്കെയായിരുന്നു ഹോമം ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ വൈറ്റ് ഹൗസിൽ തന്നെ ഹോമവും യജ്ഞവും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം ഒബാമ പ്രസിഡൻ്റ് ആയതിനു ശേഷം വന്നതോടുകൂടി ജനങ്ങളെല്ലാം പബ്ലിക്കായി ചെയ്യുകയാണ്. എനിക്ക് നല്ല ഇൻകമാണ്, സുഖമായി നടന്നു പോകുന്നുണ്ട്. ഇത് കഥയല്ല, ഈ രണ്ടും കഥകളല്ല, സംഭവങ്ങളാണ് പറയുന്നത്. താല്പര്യം. അരി വെന്തോ നോക്കാൻ മൊത്തം എടുത്ത് ഞെക്കി നോക്കില്ലല്ലോ. ഒരു പാത്രത്തിൽ ഒന്ന് ഇളക്കിയിട്ട് 1-2 വറ്റെടുത്തിട്ട് ആ ഞെക്കി വെന്തു, എന്നാൽ പാത്രത്തിലുള്ളത് മുഴുവൻ വെന്തു. ഇതുപോലെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലോകം മുഴുവൻ ഇന്ന് പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി എങ്ങോട്ടാണ് ഉറ്റുനോക്കുന്നതെന്ന്. ആ സമയത്ത് ഈ ഭാരതത്തിൻ്റെ ധാർമ്മിക സന്ദേശം ലോകത്ത് മുഴുവൻ പ്രസരിപ്പിക്കാൻ ബാധ്യതപ്പെട്ട നമ്മൾ ഇരുട്ടിൽ തപ്പിയാൽ ശരിയാവില്ല. കൂടുതൽ അജ്ഞാനത്തിൽ ഉഴറിയാൽ ശരിയാവില്ല. പിന്നെന്ത് വേണം? അറിയിക്കണം. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആചരിക്കണം. അറിവില്ലാത്തവൻ്റെ ആചാരം ദുരാചാരമായി തീരും, അനാചാരമായി തീരും. അറിവില്ലാത്തവൻ ഒട്ടനവധി അബദ്ധവിശ്വാസങ്ങളെ താലോലിക്കും. അങ്ങനെ അബദ്ധവിശ്വാസങ്ങളെ താലോലിക്കുന്ന, അനാചാരങ്ങളും ദുരാചാരങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, മറ്റു പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യുക്തിയുക്ത മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ, എന്നും അവർ വിശ്വാസത്തിൻ്റെ മുകളിലൊന്നും നിലനിൽക്കില്ല. സ്വാഭാവികമായി മറ്റു പലതിലേക്ക് ആകർഷിക്കപ്പെടും. രാഷ്ട്രവിരുദ്ധത പോലും കൈമുതലാവും. അതാണ് ഇന്ന് ഭാരതത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ധർമ്മത്തിൻ്റെ തനത് സന്ദേശത്തെ, അതിൻ്റെ മഹിമയെ, സർവോപരി പറയട്ടെ യുക്തിഭദ്രതയെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നത് യുക്തിഭദ്രതയുള്ളിടത്ത് മാത്രമാണ്. എവിടെയാണോ യുക്തിഭദ്രത അവിടെയേ ശാസ്ത്രീയതയുള്ളൂ. ഈ ശാസ്ത്രീയമായ യുക്തിഭദ്രമായ സനാതന ശാസ്ത്രങ്ങളെ മനസ്സിലാക്കി ആ ശാസ്ത്രങ്ങളിൽ അടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൂട്ടായ്മകൾ എല്ലായിടത്തും വളർന്നു വരണം. എല്ലായിടത്തും ഈ ധർമ്മത്തിൻ്റെ സന്ദേശത്തെ കൊച്ചു നാളിൽ നമുക്ക് ലഭിക്കണം. ഇല്ലെങ്കിൽ അപകടമാണ് ലോകത്തിൻ്റെ ഭാവി, അത്യപകടമാണ്. അതെ, കാരണം നോക്കൂ, സംസ്കാരവും മതവും വലിയ അന്തരമുണ്ട്, ധർമ്മവും മതവും വലിയ അന്തരമുണ്ട്. അത് മാത്രം പറഞ്ഞ് ഈ അല്പഭാഷണം ഉപസംഹരിക്കാൻ പോവുകയാണ്. എന്താ അന്തരം? ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നു. വയനാട്ടിൽ കാട്ടിൽ ചൂട് സഹിക്കാൻ വയ്യാതെ ആനകൾ പുറത്തേക്ക് ഗ്രാമങ്ങളിലേക്ക് വരുന്നു എന്ന്. ഇതാ വാർത്ത. ഞാൻ വായിച്ചു. എനിക്കൊരെത്തും പിടിയും കിട്ടിയില്ല. ഇതെന്താ ഇത്? ഞാൻ കുറേ കാട്ട് കഴിഞ്ഞ ആളാണ്. കാട്ടിൽ തനി കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു സുഖാവിടെ, എന്ത് തണുപ്പാ, ശീതളമാണ്, ശ്യാമളമാണ്, സുഖതമാണ്. പിന്നെ ഇതെന്താ പത്രക്കാർ ഇങ്ങനെ എഴുതിയേ? കള്ളമായിരിക്കുമോ? എന്തായാലും ഒന്ന് അന്വേഷിക്കാം. കാരണം പത്രത്തിൽ എഴുതിയത് ചൂട് സഹിക്കാൻ വയ്യാതെ കാട്ടിൽ നിന്ന് ആനകൾ നാട്ടിലേക്ക് വരുന്നു എന്നാ.
അപ്പം നമ്മൾ കുറച്ച് സമയം ഉണ്ടാക്കി ആ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ കാടല്ല, തോട്ടമാ. മുളൻ തോട്ടം, റബ്ബർ തോട്ടം, യുക്കാലിപ്റ്റസ് തോട്ടം, അക്കേഷ്യ തോട്ടം, സുബാബുൽ തോട്ടം. തോട്ടവും കാടും രണ്ടും രണ്ടാണ്. തോട്ടത്തിന് പച്ചപ്പുണ്ടാവും, ശരിയാ, പച്ച കളറുണ്ടാവും, കാട് പോലെ തന്നെ. പക്ഷേ കാടും തോട്ടവും രണ്ടാണ്. കാടെന്ന് പറയുമ്പോൾ അവിടെ ജൈവ വൈവിധ്യമുണ്ട്. വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ട സസ്യങ്ങൾ, വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങൾ, പലതരം സസ്യങ്ങൾ ഒന്നിച്ച് സ്നേഹത്തോടെ സഹവസിക്കുന്ന പ്രദേശമാണ് കാട്. അതെ, അതിനെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് വേരോടുകൂടെ പിഴുതെടുത്ത് വേണമെങ്കിൽ തീയിട്ട് നശിപ്പിച്ച് അനന്തരം എർത്ത് മൂവർ ഉപയോഗിച്ച് ലെവല് ചെയ്ത് തുല്യ അകലത്തിൽ കുഴികളെടുത്ത് അതിൽ വൃക്ഷത്തൈകൾ വെച്ച് നനച്ച് വളർത്തിയാൽ അത് കാടാവില്ല, അത് തോട്ടമേ ആക്കൂ. അത് നേരത്തെ പറഞ്ഞ ചൂട് തരുന്ന യൂക്കാലിപ്റ്റസോ അക്കേഷ്യയോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. തണുപ്പ് തരുന്ന, ഏറ്റവും തണുപ്പ് തരുന്ന മാവോ പ്ലാവോ ആണെങ്കിൽ പോലും അത് കാടാവില്ല, തോട്ടമേ ആവൂ. മാൻ തോട്ടെന്ന് പറയാം, മാൻ തോപ്പെന്ന് പറയാം. പ്ലാവിൻ്റെ ഇതിനെന്താ പറയാന്ന് അറിയില്ല കേട്ടോ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയിച്ചാൽ പറഞ്ഞു തരാം. പ്ലാൻ തോട്ടം എന്നൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല, എന്താണെന്ന് അറിയില്ല. എന്തായാലും എന്ത് പറഞ്ഞാലും കൊള്ളാം, അതൊരിക്കലും കാടാവില്ല. ഇതാണ് സംസ്കാരവും മതമുള്ള വ്യത്യാസം. മതത്തിൻ്റെ ചിന്താരീതിയും പ്രവർത്തനവും ഒന്നിലൂടെ മാത്രം. ഞങ്ങളുടെ ആചാര്യം പറഞ്ഞത്, ഞങ്ങളുടെ പുസ്തകത്ത് പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ഉപാസന, ഇത് മാത്രം. അതല്ല ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട്. ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് ത്രൈസാംഖ്യം യോഗ പശുപതി മതം വൈഷ്ണവമിതി പ്രഭിന്നേ പ്രസ്ഥാനേ പരമിതമത പഥ്യമിതി ച രുചീനാം വൈചിത്ര്യാത് ഋജുകുട്ടില നാനാപഥജുഷാം നൃണാമേകോ ഗമ്യ ത്വമസി പയസാമർണവൈവ. ചില പുഴകൾ വളഞ്ഞു പോകും, ചില പുഴകൾ നേരെ ഒഴുകും, ചില പുഴകൾക്ക് ചില പ്രത്യേക വർണ്ണങ്ങളാണ്. പക്ഷേ ഇതെല്ലാം സമുദ്രത്തിൽ ചെന്ന് ചേരുമ്പോൾ ഒറ്റ സമുദ്രമാണ്. അവിടെ ഗംഗയിലെ ജലമെന്നോ അഴുക്കുചാലിലെ ജലമെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇതേപോലെ വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തെ അനുസരിക്കുന്ന മാർഗക്കാരായാലും പ്രകൃതി പുരുഷ വിവേകാത്മകമായ സാഖ്യത്തെ അനുസരിക്കുന്നവരായാലും പ്രകൃതി പുരുഷന്മാരോടൊപ്പം ഈശ്വരനെ കൂടി ചേർത്ത് അനുഷ്ഠാന മാർഗത്തിലൂടെ പോകുന്ന യോഗികളായാലും ശിവനാണ് ഏറ്റവും പരമമെന്ന് വിശ്വസിക്കുന്ന ശൈവന്മാരായാലും വിഷ്ണുവാണ് ഏറ്റവും പരമമെന്ന് വിശ്വസിക്കുന്ന വൈഷ്ണവന്മാരായാലും ഏത് മതത്തിൽപ്പെട്ടവരോ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഈ നദികൾ പോലെ ഭിന്നമാണ്. എന്നാൽ അഭിരുചിയുടെ വ്യത്യാസം കൊണ്ട് മാത്രം വേർപെട്ടിരിക്കുന്ന ഇവർക്കെല്ലാം പ്രാപ്യസ്ഥാനം ഒരു സമുദ്രമാണ്, ഒരു സമുദ്രം. ഈ ഒരു ഏകത്വത്തെയാണ് ധർമ്മം വിളംബരം ചെയ്തിട്ടുള്ളത്. അതാണ് അത് വനമാണെന്ന് പറഞ്ഞത്. മതം തോട്ടമാണ്, തോട്ടം ഊഷരമാണ്. ഒന്നുകൂടി പറയുന്നു, തോട്ടം ഊഷരമാണ്. ഊഷരം ഉഷ്ണത്തെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ മതം, കാട്, വനം ശീതളമാണ്. ലോകത്തിൻ്റെ ശീതളിമ നിലനിൽക്കണമെങ്കിൽ നീ നിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ കഴിയൂ, ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ കഴിയുന്നു. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു കുഴപ്പമില്ല, നാം സ്നേഹത്തിലൊന്നാണ് എന്ന് പറയുന്ന ധർമ്മത്തിൻ്റെ ആശയങ്ങൾ പ്രസരിക്കണം. അത് ലോകത്തിൻ്റെ ആവശ്യമാണ്, ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ലോകം മുഴുവൻ ഊഷരമാകും. ലോകം ഊഷരമാവാതിരിക്കണമെങ്കിൽ ഈ ധർമ്മ സന്ദേശത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ആ ആശയത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചാൽ ലോകം ശാന്തിപൂർണമായി നിലനിൽക്കും. അതിന് ചില വേദികൾ വേണം, ചില പ്രവർത്തനങ്ങൾ വേണം.
അതിന് ഇത്തരം വേദികൾ വിഭിന്ന പ്രദേശങ്ങളിൽ ഉണ്ടാവട്ടെ. മാർഗത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും അല്പവും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകട്ടെ. അല്പം പോലും വ്യതിചലിക്കാതെ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളവർക്ക് ചിദാനന്ദപുരസ്വാമിയോട് വലിയ ദേഷ്യം വരാൻ പോകുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്ക് മടക്ക ടിക്കറ്റ് എടുത്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ നിങ്ങളെടുത്ത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് പറയട്ടെ, കാരണം ഒരു ഗുജറാത്തി സമൂഹം അല്ലെങ്കിൽ മറാഠി സമൂഹം അല്ലെങ്കിൽ തെലുഗു സമൂഹം അല്ലെങ്കിൽ തമിഴ് സമൂഹം ഒരിടത്ത് ഒരു പ്രസ്ഥാനം നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരൊന്നിച്ച് നനച്ച് വലുതാക്കും. പക്ഷെ മലയാളി ഉണ്ടെങ്കിൽ പിറ്റേന്ന് അവൻ 2 ആവും, അതിൻ്റെ പിറ്റേന്ന് 4 ആവും. കാരണം എനിക്ക് പ്രസിഡൻ്റ് ആവണം, പിന്നെ നീ എങ്ങനെയാടെ, എനിക്ക് സെക്രട്ടറി ആവണം, പിന്നെ നീ എങ്ങനെയാടെ. അതുകൊണ്ട് 1 or 2 കൊല്ലം കൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഫോർ യൂണിറ്റി എന്നൊക്കെ പേരുണ്ടാവും. അതെന്താവും? 4, 5, 10 ആവും. കാരണം എല്ലാവർക്കും പ്രസിഡൻ്റ് ആവണമെന്നേ. പ്രസിഡൻ്റ് ഒരു ഓർഗനൈസേഷൻ ഒന്നല്ലേ പറ്റുള്ളൂ. ഈ രോഗം ഇതിനെ ബാധിക്കാതിരിക്കട്ടെ. വേദത്തിൽ 10552 മന്ത്രങ്ങളുള്ള ഋഗ്വേദ സംഹിതയിൽ അവസാനം പറഞ്ഞു, സംഗച്ഛധ്വം സംവദധ്വം. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ആ നന്മയുടെ വക്താക്കളായി ഏകതയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഏതായാലും പ്രഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാത്തത് ആരും ഉണ്ടാക്കരുത്, അത് പൊല്ലാപ്പാണ്. ഉള്ളത് മൂടി വയ്ക്കുകയും ചെയ്യരുത്, അതും പൊല്ലാപ്പ. വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ എന്തിനും മറുപടി ഇല്ല, അറിയണതാണെങ്കിൽ മാത്രമേ മറുപടിയുള്ളൂ. സ്വാമിജിയുമായി സംശയങ്ങൾ കൈമാറാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരേണ്ടതാണ്. സ്വാമിജി പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാ സംശയങ്ങളും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുമ്പിലേക്ക് വരണം. സ്വാമിജി നമസ്കാരം. അറിവില്ലായ കൊണ്ടാണോ അറിവ് വികസിപ്പിക്കാനെന്നറിയില്ല, ധർമ്മത്തെക്കുറിച്ച് സ്വാമി കുറേ സംസാരിച്ചു. പക്ഷെ കർമ്മത്തെക്കുറിച്ചും ഈ കർമ്മം ചെയ്യാതെ അതിന് അനുഭവം കിട്ടാത്തതുകൊണ്ട് പലതും പഴിക്കുന്നവരെ പറ്റിയും സ്വാമിയുടെ എന്താണ് വിവേചനം? നമ്മൾ ഇവിടെ ഹിന്ദു ഐക്യവേദി എന്തിനാന്നുള്ള വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു വിഷയത്തിലേക്കും കടന്നിട്ടില്ല. കർമ്മവും ഇല്ല, ജ്ഞാനവും ഇല്ല, ഭക്തിയും ഇല്ല, ഒന്നിലേക്കും കടന്നിട്ടില്ല. ചോദ്യം ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, സൂചന മാത്രം പറഞ്ഞു, കർമ്മത്തെക്കുറിച്ച് പറഞ്ഞില്ല. കർമ്മം എന്നുള്ളത് ഓരോ വ്യക്തിയും ചെയ്യേണ്ടുന്നതാണ്, ചെയ്യുന്നതാണ്. 2 അർത്ഥത്തിൽ പറയാം. ഒന്ന്, ക്രിയാരൂപത്തെ കർമ്മം എന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ കരണങ്ങളെ കൊണ്ട് ചെയ്യുന്നതെന്തോ ക്രിയാരൂപമായത് കർമ്മം. മറ്റൊരർത്ഥം ചെയ്യേണ്ടതെന്തോ അത് കർമ്മം. ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് കർമ്മം. ഏതായാലും ഒന്ന് പറയാം, നഹി ദേഹഭൃതാശക്യം ത്യക്തും കർമാണ്യശേഷത. ശരീരത്തോടു കൂടി ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്തേ മതിയാവും. അപ്പോൾ ഇവിടെയാണ് മനുഷ്യ ജീവിതത്തിൽ വിജയം പ്രാപിക്കാനുള്ള ഒരു അവസ്ഥ. എന്താണ് എൻ്റെ കർമ്മമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയണം. തൻ്റെ ഗുണഘടനയ്ക്ക് അനുസരിച്ചുള്ള കർമ്മമാണ് തൻ്റെ കർമ്മം. അതിനെയാണ് ശാസ്ത്രത്തിൽ സ്വധർമ്മം, സ്വധർമാനുസൃത കർമ്മം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വധർമാനുസൃതമായ കർമ്മം എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മറുപടി, ഏത് കർമ്മത്തെ ആചരിക്കുമ്പോഴാണോ ആന്തരികമായി സംതൃപ്തി ഉണ്ടാവുന്നത് അത് സ്വധർമാനുസൃത കർമ്മമാണ്. ഏത് കർമ്മത്തെ ആചരിക്കുമ്പോൾ സംഘർഷമാണോ അത് സ്വധർമ്മമല്ല. ഇത് മനസ്സിലാക്കാം. ഏതായാലും വളരെ വിസ്തൃതമായി പറയേണ്ട മേഖലയാണ്, സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കർമാചരണത്തിൽ പലപ്പോഴും ഉദ്ദേശിച്ചത് ലഭിച്ചില്ല, ലഭിക്കുന്നില്ല എന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെ ഏറെ പേര് പറയാറുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനമായ വിഷയം നോക്കൂ, നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ഫലത്തിൽ നമുക്ക് അധികാരമില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താ സ്വാമി പറയണത്, ഫലത്തിൽ അധികാരം ഇല്ല എന്ന്? ഇല്ല.
ഇവിടെ ഈ നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് ജ്വലിപ്പിച്ചിട്ടുണ്ട്. ആ അഗ്നിജ്വാലയിലേക്ക് എനിക്ക് വേണമെങ്കിൽ പോയിട്ട് വിരലിടാം, ഇടാതിരിക്കാം, എൻ്റെ സ്വാതന്ത്ര്യം അത്. പക്ഷേ വിരലിട്ടാൽ പൊള്ളുന്നുള്ളതിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അതില്ല. അല്ലെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് പോയിന്റിലേക്ക് ഏതെങ്കിലും എനിക്ക് സ്പർശിക്കാം, ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നുള്ളതിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ കർമ്മം ചെയ്യാനും ചെയ്യാതിരിക്കാനും എനിക്ക് അധികാരമുണ്ട്. പക്ഷേ കർമ്മത്തിന് ഫലം എന്നുള്ളത് എനിക്ക് നേരിട്ട് അധികാരമില്ല. കർമ്മത്തെ നന്നായി ചെയ്തോളൂ, ഫലം നന്നായി കിട്ടും. കർമ്മത്തെ മോശമായിട്ടാണോ ചെയ്യണത്, ഫലവും മോശമാവും. ഈ സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ഉയർന്നു പോകാം ഒട്ടലില്ലാതെ. ഒന്നുകൂടി പറയാം, ഏത് മേഖലയിലാണെങ്കിലും ഉയർന്നു പോകാം ഒട്ടലില്ലാതെ, ഒട്ടിച്ചേരലില്ലാതെ. ഇത് ശ്രദ്ധിക്കുക. പക്ഷെ ഇത് പറയുമ്പം ചിലർക്കെങ്കിലും ദഹിക്കില്ല. കാരണം ഫലത്തിന് വേണ്ടിയല്ലേ നമ്മൾ കർമ്മം ചെയ്യുന്നേ. അപ്പോൾ ഫലത്തിൽ നമുക്ക് അധികാരം ഇല്ല എന്ന് പറഞ്ഞാലോ? ഓർമ്മ വരുന്നത്, ഒരു യൂണിവേഴ്സിറ്റിയിൽ MBA വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് ഒരിക്കൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് അവിടെ മുഴുവൻ പേരും MBAക്കാർ മാത്രമാണ്, വേറെ ആരുമില്ല. കഷ്ടകാലത്തിന് അവിടെ വെച്ച വിഷയം കർമ്മത്തെക്കുറിച്ചാണ്. അവർ ഓർഗനൈസേഴ്സ് വെച്ച്, നമ്മൾ ആലോചിക്കാറില്ല വിഷയം എന്താണെന്ന്. അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഭഗവത്ഗീതയിലെ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന, നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ, ഫലത്തിൽ അധികാരം ഇല്ല എന്നുള്ള ശ്ലോകം ചൊല്ലി. അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. കഴിഞ്ഞപ്പോൾ കുട്ടികളതാ പല കോണുകളിൽ നിന്ന് ഒന്നിച്ചെഴുന്നേൽക്കുന്നു. സ്വാമി, ഞങ്ങളൊക്കെ MBAക്ക് പഠിക്കുന്നവരാ, ഞങ്ങളിവിടെ പഠനം പൂർത്തിയാക്കിയാൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഞങ്ങൾ ജോലിയിൽ നിയോഗിക്കപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ സ്വയം സ്ഥാപനം തുടങ്ങിയെന്ന് വരും. രണ്ടാണെങ്കിലും ഞങ്ങൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ഞങ്ങൾ നിയോഗിക്കപ്പെടുന്ന സ്ഥാപനത്തിന് പരമാവധി ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങൾ. ഇനി ഞങ്ങൾ എന്തെങ്കിലും എൻ്റർപ്രൈസ് തുടങ്ങുകയാണെങ്കിൽ അതും പരമാവധി ലാഭം ഉണ്ടാക്കാനാണ്. അപ്പോഴാണ് സ്വാമിയെ പോലെ ഒരാൾ വന്നിട്ട് പറയണത് കർമ്മത്തിലേ അധികാരമുള്ളൂ, ഫലത്തിലില്ല എന്ന്. എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പം നമ്മൾ ചോദിച്ചു, നിങ്ങൾ ലാഭം ഉണ്ടാക്കാനാണ് പണിയെടുക്കുന്നത്, സമ്മതിച്ചു. പക്ഷേ അത് നിങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതെന്താ? അപ്പോൾ ഒരാൾ പറഞ്ഞു, സമയത്ത് ബാലൻസ് ഷീറ്റാ. ബാലൻസ് ഷീറ്റിലേക്ക് നിങ്ങൾ എത്തണമെങ്കിലോ, ബാലൻസ് ഷീറ്റ് വെറുതെ എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ? എന്തിലൂടെയാണ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എത്തുന്നത്? അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, സ്വാമി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാ. എനിക്ക് ചെവി കുറച്ച് പതുക്കിയ. എന്താ? ചെവി പതുക്കിയായിട്ടല്ല, അവനെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാനാ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒന്നുകൂടി പറയൂ. സ്വാമി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അത് ശരി, പ്രോഫിറ്റ് അക്കൗണ്ട് അല്ല അല്ലേ, ഒട്ട് ലോസ് അക്കൗണ്ടും അല്ല അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. നീ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, സന്തോഷം. പക്ഷേ നിൻ്റെ പ്രവർത്തനത്തിൽ പ്രോഫിറ്റും വരാം, ലോസും വരാം. സമചിത്തനായിരിക്കണം. ചെയ്യാനുള്ളത് കുശലതയോടുകൂടി ചെയ്തു പോകണം. നിന്റെ ഭാഗത്തെ കർമ്മത്തിൻ്റെ ദോഷം കൊണ്ടോ സങ്കല്പത്തിൻ്റെ ഹീനത കൊണ്ടോ പരാജയം സംഭവിക്കരുത്. ഇപ്പോൾ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക, സങ്കല്പത്തിൻ്റെ ഹീനത. കാരണം സൃഷ്ടി സംഭവിക്കുന്നത് സങ്കല്പത്തിൽ നിന്നാണ്. സൃഷ്ടി സംഭവിക്കുന്നത് സങ്കല്പത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങൾ സങ്കല്പത്തിൽ നിന്നാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. വേദത്തിൽ സൃഷ്ടിയെപ്പറ്റി പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, പല പ്രകാരം പറയുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും ആവർത്തിക്കുന്ന ഒരു വിഷയമാണ് സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി എന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഏത് മേഖലയിലാണെങ്കിലും നമ്മളെല്ലാം ഉയർന്നു പോകണം, സംശയമില്ല. ജോലിയിലായാലും ബിസിനസ്സിലായാലും എന്തിലായാലും ഉയർന്നു പോകണം. ഉയർന്നു പോകണമെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ സങ്കല്പം ശുഭമായിരിക്കണം. ഒരിക്കൽ പോലും വിപരീതമായി സങ്കല്പിക്കരുത്, വിപരീതമായി സങ്കല്പിക്കരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും വന്ന് സങ്കടം പറയാറുണ്ട്, സ്വാമി ഇത്ര മുതൽ മുടക്കുണ്ടായിരുന്നു, ഇത്ര പ്രയത്നം ചെയ്തു, എന്നിട്ടും ബിസിനസ് തകർന്നു പോയി, എന്തുകൊണ്ടാണ്? നമ്മൾ ചോദിക്കാറുണ്ട്, ഇത്ര മാൻ പവർ ഉണ്ടായിരുന്നു, ഇത്ര മണി പവർ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രവർത്തന പദ്ധതിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വിപരീതമായി സങ്കല്പിച്ചോ? ഒന്നും നേരെയാവില്ല, ഇതൊന്നും ശരിയാവില്ല എന്ന് സങ്കല്പിച്ചുവോ? പാടില്ല. അതുകൊണ്ട് സങ്കല്പങ്ങൾ ശുദ്ധമാകട്ടെ, സങ്കല്പങ്ങൾ നമ്മളെ ഉയർത്തുന്നതാകട്ടെ. എന്നിട്ട് വരുന്നതിനെ സ്വീകരിക്കുക സമചിത്തതയോടുകൂടി. അതിനെ നമുക്ക് കഴിയൂ എന്ന് മനസ്സിലാക്കുക. വിസ്തരിച്ച് പറയേണ്ട മറുപടിയാണ്, ഏറ്റവും ചുരുക്കത്തിലാണ് പറഞ്ഞത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലാവാം. നമസ്കാരം സ്വാമിജി.
ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്നോടെല്ലാവരും ചോദിക്കുന്നതാണ്. നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ അല്ലെ ഹൈന്ദവ സംസ്കാരത്തിൽ 30 മുക്കോടി ദേവതാ സങ്കല്പം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താ ഒരെണ്ണത്തിന് ഒരു ദേവൻ അല്ലെ മറ്റൊരെണ്ണത്തിന് മറ്റൊരു ദേവൻ, ശിവൻ, കൃഷ്ണൻ, വിഷ്ണു, അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നത്? അതൊരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു യുഗങ്ങൾക്ക് മുൻപേ ഉണ്ടായതാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ കൂടെ ഉണ്ടായ അല്ല അതിന് ശേഷമുണ്ടായ സംസ്കാരങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും നല്ല വ്യക്തിപ്രഭാവത്തോടു കൂടി തന്നെ നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരം. അതിൻ്റെ മാസ്മരികത എന്താണെന്ന് കൂടെ പറഞ്ഞു തരണം. ഇവിടെ രണ്ട് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ പ്രശ്നം 30 മുക്കോടി ദേവതകളുണ്ടല്ലോ എന്നുള്ളതാണ്. പോരാ. കാരണം ലോകത്തിലെ പോപ്പുലേഷൻ 30 മുക്കോടി കവിഞ്ഞു. 30 മുക്കോടി പോരാ നമുക്ക് ദേവതകൾ, കോടാനുകോടി വേണം. അതെന്താ ഇങ്ങനെ പറഞ്ഞേ? സത്യമാ. ദൈവം എത്ര ഉണ്ടാവും സ്വാമി? ദൈവം ഒന്നേ ഉള്ളൂ. ആരാ പറഞ്ഞ ദൈവം ഒന്നേ ഉള്ളൂ എന്ന്? ദൈവം എന്നുള്ളൊരു അടിസ്ഥാന ആശയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. രണ്ട് ഈശ്വരന്മാരില്ല. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. രണ്ടാമതൊന്നില്ലാത്ത ഏകമാണ് ഈശ്വരത്വം. എന്നാൽ ദേവത പലതുണ്ട്. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ മുഴുവൻ പിന്നിലുള്ള അധിനിയമങ്ങൾക്കാണ് നമ്മൾ ദേവത എന്ന് പറയുന്നത്. വായു പ്രവഹിക്കുന്നുണ്ടോ? അഗ്നി ജ്വലിക്കുന്നുണ്ടോ? ജലം പ്രസരിക്കുന്നുണ്ടോ? സൃഷ്ടി ഉണ്ടാവുന്നുണ്ടോ? സ്ഥിതി സംഭവിക്കുന്നുണ്ടോ? സംഹാരം നടക്കുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? കുഞ്ഞ് കരയുന്നുണ്ടോ? ചിരിക്കുന്നുണ്ടോ? ഏതൊരു പ്രതിഭാസത്തിൻ്റെ പിന്നിലും ഒരു അധിനിയമമുണ്ട്. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള അധിനിയമങ്ങളെയാണ് നമ്മൾ ദേവതാ ശബ്ദം കൊണ്ട് പറയുന്നത്. അപ്പോൾ എത്ര ദേവത ഉണ്ട്? കോടാനുകോടി ദേവതകളുണ്ട്. ഒരു ദേവതയല്ല. അതേ സമയത്ത് ഈ ദേവതകളൊക്കെ ഏകവും അദ്വിതീയവുമായ ഈശ്വരൻ്റെ ഭാവങ്ങളാണ്. ഇത് ശാസ്ത്രത്തെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുക. നോക്കൂ, ഇതെന്തൊരു കുറച്ചിൽ പോലെയാണ് ചിലർ പറയുന്നത്. അയ്യേ, നമുക്ക് ബാക്കിയൊക്കെ നല്ലതൊക്കെ തന്നെയാട്ടോ, പക്ഷേ ഈ ഹിന്ദു ധർമ്മം കുറച്ച് മോശമാണ്. എന്താ വെച്ചാൽ ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ. എടേ, സമ്പന്നതയിൽ അഭിമാനിക്കണ്ടേ? ദാരിദ്ര്യത്തിൽ അഭിമാനിക്കണ്ടേ? ചിന്തിക്കൂ. ഒരു പ്രവാചകനല്ല, ഒരു സ്ഥാപകനല്ല, ആയിരക്കണക്കിന് ഋഷിമാർ. ഒരു പുസ്തകമല്ല, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ. ഒരു ദൈവമല്ല, കോടിക്കണക്കിന് ദൈവങ്ങൾ. അഭിമാനിക്കൂ. തമാശ. എന്നിട്ട് ഇത് മനസ്സിലാക്കാണ്ട് ഇതിലെന്തോ അപകർഷത വേറിയിരിക്കും. ഒരു അപകർഷത. നോക്കൂ, ഒരു ദൈവമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. തമാശക്കാട്ടോ, അത് കാര്യമായിട്ട് ഇതുവരെ പറഞ്ഞ പോലെയല്ല, തമാശ പറയുക. അപ്പം നമ്മളിവിടെ എല്ലാവരും കൂടി ഒന്നിച്ചാണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തോ ഒരു ആപത്ത് ഇവിടെ ഉണ്ടായി. എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു, ഈ ഒരു ദൈവം എങ്ങോട്ടാ വരിക? അവൻ വിചാരിക്കും. ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു, സ്വാമി മഴക്കാലാവുമ്പോൾ ഞങ്ങൾ ഫോൺ എടുത്തിട്ട് ഈ ക്രെഡിൽ നിന്ന് പുറത്തേക്ക് വെച്ചേക്കുന്നു. ടെലിഫോണിൻ്റെ ഹാൻഡ്സെറ്റ് ക്രെഡിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കും. എപ്പോൾ? മഴക്കാലാവുമ്പോൾ. കാരണം എന്താ? ഒരുപാട് വിളി വരിക. ഇവിടെ ആകെ 3 ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ. അവിടെ ഫ്യൂസ് പോയി, ഇവിടെ ലൈറ്റ് പോയി, ഇവിടെ കെട്ടു, ഇവിടെ കത്തി. ഇവരെടുത്ത് ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കും. ഒരു കുഴപ്പമില്ല. ഇതുപോലെയല്ലേ 1000 പേര് ഒന്നിച്ച് പ്രാർത്ഥിച്ച ഒരു ദൈവം എന്ത് ചെയ്യും? നേരെ മറിച്ച് കോടിക്കണക്കിന് ദൈവം ഉണ്ടാവുമ്പോൾ ഒട്ടന്നെ അവർ മീറ്റിംഗ് കൂടിയിട്ട് നീ അങ്ങോട്ട് പോയിക്കോ, നീ ഇങ്ങോട്ട് പോയിക്കോ, നീ ഇങ്ങോട്ട് പോയിക്കോ, എല്ലാവർക്കും രക്ഷ കിട്ടില്ലേ? എന്തൊരു കഷ്ടം അതെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സമ്പന്നതയിൽ അഭിമാനിക്കുക. ഒരാൾ പറഞ്ഞു, സ്വാമി കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല. ആയിക്കോട്ടെ, എനിക്കെന്ത് വേണം? എനിക്കെന്ത് വേണം? കൃഷ്ണൻ ജീവിക്കേണ്ട, എനിക്കെന്ത് വേണം? അല്ല സ്വാമി, രാമനും ജീവിച്ചിട്ടില്ല. വേണ്ടടേ, എനിക്കെന്ത് വേണം? കാരണം എന്താ വെച്ചാൽ എനിക്ക് 1, 2, 10, 100 മൈനസ് ചെയ്താലും ഞാൻ സമ്പന്നനാണ്. കാരണം 30 മുക്കോടി അവിടെ കിടക്കണത്. നേരെ മറിച്ച് ഒരാളെ ഉള്ളൂ വെച്ചാൽ അയാൾ അല്പം പെശകായിരുന്നു എന്ന്. പ്രത്യേകിച്ച് ഇന്ന് സാങ്കേതിക വിദ്യയൊക്കെ മുന്നോട്ട് പോവുകയാണേ. 1200 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരാളുടെ തലയോടും കയ്യിൻ്റെയും കാലിൻ്റെയും എല്ല് കിട്ടിയിട്ട് ബാക്കി ഇന്നത്തെ സയൻസും ടെക്നോളജിയും ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് അയാളുടെ സ്വഭാവം വരെ പറഞ്ഞ ലേഖനം വായിക്കേണ്ടായി.
അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ ആയിരക്കണക്കിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ആചാര്യൻ കുറച്ച് വട്ടാന്നോ പെശകാന്നോ നാളെ ആരെങ്കിലും തെളിയിച്ചാ ആശ്രയമറ്റവരാകും നമ്മൾ. എപ്പോ ഒന്നേ ഉള്ളൂ വെച്ചാ. അതുകൊണ്ട് ഇത് ആയിരക്കണക്കിനുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഞാൻ സമ്പന്നനായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ വലിയ മുതലാളിയാ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അഭിമാനിക്കുക. പക്ഷെ അതിനു മുമ്പ് അറിയണം ദേവതയും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്. അത് മനസ്സിലാക്കണം. ദേവത പലതുണ്ട്. ഇവിടെ ഒരൊറ്റ ഇലക്ട്രിസിറ്റി ദാ ഈ പ്രകാശമായിട്ട് പ്രവർത്തിക്കുന്നു. അത് തന്നെ ഒരു ഫാനിനുള്ളിൽ ചെന്നാൽ വേറെ ടൈപ്പ് ഓഫ് എനർജി ആയിട്ട് മാറും. അത് തന്നെ വേറൊരു യന്ത്രത്തിൽ ചെല്ലുമ്പോൾ വേറൊന്നാവും. അത് തന്നെ വേറൊന്നിൽ വേറൊന്നാവും. എന്നാൽ ഇതൊന്ന് കാണണം എന്ന് വിചാരിച്ചാലോ ഒന്നും കാണുന്നുമില്ല. തൊട്ടാ വിവരം അറിയും. അത്രയേ ഉള്ളൂ. മാനിഫെസ്റ്റേഷൻ പല പ്രകാരമാണ്. അത്ര മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഏകൻ, ദേവത പലത്. അപ്പോൾ ഇത് നല്ലപോലെ പഠിക്കുക, ഇത് ആഴത്തിൽ പഠിക്കുക. അതാണ് പറയാനുള്ളത്. ഇനി മറ്റൊരു ചോദ്യം ചോദിച്ചത്, കാലം നിർണ്ണയിക്കാനാവാത്ത അത്ര പ്രാചീനമായൊരു സംസ്കൃതിയാണ്. അതുപോലുണ്ടായിരുന്നവ കാലഗതിയിൽ നശിച്ചു. എന്തുകൊണ്ട് ഈ സനാതനധർമ്മം നശിച്ചില്ല? ഇത് പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമ്മൾ പല പ്രാചീന സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പ്രീ ക്രിസ്ത്യൻ റോമാ സംസ്കാരത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം. ഈ അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ഇങ്കോ മായൻ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. പ്രാചീന സംസ്കാരങ്ങൾ, ബബലോണിയൻ സംസ്കാരത്തെക്കുറിച്ച് അറിയാം, പലതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ അത്തരം പ്രാചീന സംസ്കാരങ്ങൾ നിലനിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രദേശത്ത് ഒരു വിദ്യാർത്ഥി പോയി പരിശോധിച്ചാൽ സജീവ സാന്നിധ്യം കാണാൻ കഴിയില്ല. ആകെക്കൂടി നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്. കുറേ ക്ഷയം പറ്റിയിട്ടുണ്ട്, കുറേ അംഗഭംഗം സംഭവിച്ചിട്ടുണ്ട്, ശരിയാ, എങ്കിലും നിലനിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള മാസ്മരികത? പറയട്ടെ. മറ്റൊരു പ്രദേശത്തും ഇല്ലാതിരുന്ന സവിശേഷതയാർന്നൊരു പ്രസ്ഥാനം ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പോന്നു. ഏതാണ് ആ പ്രസ്ഥാനം? മറ്റൊന്നല്ല, കുടുംബം. ശ്രദ്ധിക്കുക, കുടുംബം. മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ, അമ്മിഞ്ഞ പാലിനോടൊപ്പം ആശയങ്ങളും ആദർശങ്ങളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നൽകിയ കുടുംബ വ്യവസ്ഥ. ഈ കുടുംബ വ്യവസ്ഥയാണ് നമ്മുടെ ധർമ്മത്തെ, സംസ്കൃതിയെ സംരക്ഷിച്ചത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കേൾക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളരെയധികം ശിഥിലമായി കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ 970കളിൽ 5-10% ഡിവോഴ്സുകൾ നടന്നിരുന്നത്. ഇന്ന് 35%. 40 വർഷം കൊണ്ട് വർദ്ധിച്ചത് 30% ഡിവോഴ്സുകളാണ്. ചിന്തിക്കുക, അതിഭീകരമാണ്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുക. കുടുംബത്തിൻ്റെ സ്നേഹബന്ധം. കുടുംബം നിലനിന്നാൽ മാത്രമേ ധർമ്മം നിലനിൽക്കൂ. അല്ലാണ്ട് പുസ്തകങ്ങളിലൂടെ നിലനിൽക്കില്ല, പ്രഭാഷണങ്ങളിലൂടെ നിലനിൽക്കില്ല. അത് കുടുംബത്തിലൂടെയേ ഉള്ളൂ. അതുകൊണ്ട് ധർമ്മം നിലനിൽക്കണോ, കുടുംബത്തെ നിലനിർത്തൂ. സാന്ദർഭികമായി പറയട്ടെ, ധർമ്മശബ്ദവും കുടുംബശബ്ദവും ഒരേ അർത്ഥമാണ്. കുടുംബശബ്ദത്തിൻ്റെ അർത്ഥം കുടുംബയതി ഇത് കുടുംബം എന്നാണ്. അതായത് ഒന്നിച്ച് ചേർക്കുന്നതെന്തോ അതാണ് കുടുംബം. കുടുംബ ധാരണേ എന്നുള്ള പാണിനീയത്തിലെ ചുരാതി ഗണത്തിലെ ധാതുവിൽ നിന്നാണ് കുടുംബശബ്ദം ഉണ്ടാവുന്നത്. അപ്പോൾ കുടുംബയതി, ഒന്നിച്ച് ചേർത്ത് കോർത്ത് നിർത്തുന്നത് എന്തോ അതാണ് കുടുംബം. ധർമ്മം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ധൃ ധാരണേ എന്നുള്ള ധാതുവിൽ നിന്നാണ് ധർമ്മശബ്ദം ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തെ ശ്രദ്ധിക്കുക. ഒന്ന് മാത്രം പറയട്ടെ, ഒന്ന് മാത്രം. വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണമെങ്കിലും ഒന്ന് കഴിക്കുക. വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ച് സന്ധ്യാസമയത്ത് നാമം ജപിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വേണ്ടെന്നല്ല പറഞ്ഞാൽ, അത് വേണം, നിർബന്ധമാണ്. പക്ഷെ ഇതെങ്കിലും ഒന്ന് ചെയ്യോ? വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതെപ്പോഴാ, എങ്ങനെയാ? പല കുട്ടികളും പറയുന്നു, സ്വാമി ഞാൻ അച്ഛനെ കണ്ടിട്ട് കാലങ്ങളായി. അതെ, അമ്മയെ കണ്ടിട്ട് കാലങ്ങളായി. അമ്മ തൊഴിലിന് പോവുക, എന്നെ നോക്കാൻ തൊഴിലിന് ആളെ വെച്ചിരിക്കുക.
അമ്മ തൊഴിലിന് പോവുക, എന്നെ നോക്കാൻ തൊഴിലിന് ആളെ വെച്ചിരിക്കുക. കുട്ടികളുടെ നൊമ്പരങ്ങൾ, കുടുംബങ്ങളുടെ തകർച്ചകൾ ഭീകരമാണ്. അതുകൊണ്ട് കുടുംബത്തെ ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രമേ ഈ ധർമ്മത്തെ നിലനിർത്തൂ എന്ന് മനസ്സിലാക്കുക. ഏതായാലും സവിശേഷതയാർന്ന കുടുംബ സങ്കല്പമാണ് നമ്മെ സംരക്ഷിച്ച് നിർത്തിയതെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. സമയനിഷ്ഠ നോക്കിക്കൊള്ളണം. വേഗം വൈകണ്ട. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു പ്രഭാഷണത്തിൽ അങ്ങ് ബ്രഹ്മം, ഈശ്വരൻ, പരമാത്മാവ് എന്നിവയെല്ലാം ഒന്നാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നു, എന്നാൽ ഞാൻ ഈശ്വരനാണെന്ന് പറയുന്നില്ല എന്നും എഴുതിയത് കണ്ടു. എന്തുകൊണ്ടാണിത്? നോക്കൂ, ഇവിടെ വളരെ ഉയർന്നൊരു സംശയമാണിത്. എത്ര പേർക്ക് ദഹിക്കുന്നറിയില്ല. ക്രമികമായി പ്രക്രിയയിലൂടെ പറയാനുള്ള സമയവും ഇല്ല. പ്രക്രിയയിലൂടെ ഇത് പറയണമെങ്കിൽ ചുരുങ്ങിയത് 2-3 മാസമെങ്കിലും വേണം. പ്രക്രിയക്കനുസരിച്ച് പറയണമെങ്കിൽ നമ്മളങ്ങനെ ഒരു ഡെറിവേഷനിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിനൊരു പ്രക്രിയ ഉണ്ട്. അതില്ലാണ്ട് അവസാനത്തെ ഫൈനൽ ആൻസർ മാത്രം പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവും? ആ ഒരു കുഴപ്പമുണ്ട്. അത് മനസ്സിലാക്കുക കേൾക്കുമ്പോൾ. ഇവിടെ ഞാൻ എന്ന് നമ്മളൊക്കെ ഏറ്റവും അധികം പ്രാവശ്യം പറയുന്ന വാക്കാണ്, അഥവാ അതിൻ്റെ പ്രത്യയമാണ്. ഏത് ഭാഷയിൽ പറഞ്ഞാലും എന്താണ് ഈ ഞാൻ? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഞാൻ ആരാണ് ഞാൻ? നല്ലപോലെ അന്വേഷിക്കുക. നമ്മളൊക്കെ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാ? കള്ളം പറഞ്ഞേക്കരുതേ. കള്ളം പറഞ്ഞാൽ വേരോടുകൂടെ ഉണങ്ങിപ്പോവും. നമ്മളെല്ലാവരും ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഏത് നമ്മളെ? ചിലർക്ക് ചോദ്യമുണ്ട്, ഈ ഏത് നമ്മളെ? നമ്മളൊന്നല്ലേ ഉള്ളൂ. അല്ല, എന്നാലും ചോദിക്കട്ടെ, ഏത് നമ്മളെ? കാലല്ലാത്ത, കണ്ണല്ലാത്ത, മനസ്സല്ലാത്ത നമ്മയാ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത്. അതാണല്ലോ ഡോക്ടർ അറ്റ കൈക്ക് പ്രമേഹം മൂത്തു, ഇനി ഒരു നിവൃത്തിയില്ല, പഴുപ്പ് കാലിൻ്റെ മുട്ടിന് മുകളിൽ കയറി തൊടവരെ എത്തി, ഇനി നിലനിൽക്കണമെങ്കിൽ മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടു നടന്ന കാല. പക്ഷേ അത് നമ്മുടെ നിലനിൽപ്പിന് തടസ്സമാകുന്നു വന്നാൽ നമ്മളതിനെ മുറിക്കാൻ അനുവദിക്കുന്നുണ്ട്. അറ്റ കൈക്ക് 2 കണ്ണിൻ്റെ കാഴ്ച പോകുന്നു പറഞ്ഞാലും താൻ ജീവിക്കുന്നതിന് തടസ്സമാണ് കാഴ്ചശക്തി എങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ നമ്മൾ ഡോക്ടറെ സമ്മതിക്കുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്ന് മരിക്കും, പക്ഷെ ഇത് കഴിച്ചാൽ ഭ്രാന്ത് വരുമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്. ഇല്ല എന്നൊക്കെ ഇപ്പോൾ പറയും, പക്ഷെ അത്തരൊരു ഘട്ടം നമുക്ക് വന്നാൽ നമ്മൾ പല വ്യാഖ്യാനങ്ങൾ സഹിതം അതിനെ സ്വീകരിക്കും. എന്തുകൊണ്ട്? ഈ ഉപാധികളൊന്നുമല്ലാത്ത എന്നോടാണ് എനിക്ക് ഏറ്റവും സ്നേഹം എങ്കിൽ ചോദിക്കട്ടെ, നമുക്ക് ആനന്ദം തരുന്നതിലല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ? അതെ, നമുക്ക് ആനന്ദം തരുന്നതിലേ സ്നേഹം ഉണ്ടാവൂ. അപ്പം ഞാൻ ആരാ? ആനന്ദമാണ്. യാതൊരു സംശയമില്ല, നമ്മുടെ സ്വരൂപം ആനന്ദ സ്വരൂപമാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളിലൂടെ നമ്മളങ്ങനെ കടന്നു പോവുക. ഒരവസ്ഥയും തിരിച്ചു വരുന്നില്ല. ശൈശവത്തിലെ ഒരാളുടെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് അത് വാർദ്ധക്യത്തിൽ നോക്കിയിട്ട് പറയുക ഇത് ഞാനാന്ന്. ചുമരുമ്മ തൂക്കിയ 7 മാസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ടൊരമ്മ ചിദാനന്ദപുരി സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഇതാരാന്നറിയോ? അമ്മ പറയൂ, ഇത് ഞാനാ. ഈ 60-കാരിയും ആ 6 മാസം പ്രായമുള്ള കുഞ്ഞും തമ്മിൽ എന്ത് സാമ്യമുള്ളത്? ഒരു സാമ്യവും ഇല്ല, ഒരു സമാനതയും ഇല്ല. എന്നിട്ട് പറയുന്നത് ഇത് എൻ്റെ ഫോട്ടോ എന്നല്ല, ഇത് ഞാനാന്നാ. ഞാൻ സത്താണ്, ഞാൻ ഉള്ളവനാണ്. ഞാൻ ഉണ്ടോ എന്ന സംശയമോ ഞാൻ ഇല്ല എന്ന അറിവോ ഈ കൂട്ടത്തിൽ ആർക്കും ഇല്ല. ഞാൻ ഉണ്ടോ എന്ന സംശയമോ ഞാൻ ഇല്ല എന്ന അറിവോ ഈ കൂട്ടത്തിൽ ആർക്കും ഇല്ല. ഉണ്ടോ?
ഞാൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ സത്താണ്, ഞാൻ അറിയുന്നവനാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ മുഴുവൻ അറിയുന്നത് ഞാനാണ്. ശ്രദ്ധിക്കുക. ഈ സത്യചിത്ത ആനന്ദഭാവത്തിന് ശാസ്ത്രത്തിൽ പറയുന്ന പേരാ ബ്രഹ്മമെന്ന്. അപ്പം ശാസ്ത്രത്തിലൂടെ ബ്രഹ്മത്തെയും യുക്തിയിലൂടെ എൻ്റെ സ്വരൂപത്തെയും അറിഞ്ഞ് ആത്മബ്രഹ്മൈക്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപാധികളെ നീക്കം ചെയ്താൽ ഞാൻ പരമാത്മസ്വരൂപമാണെന്ന സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു. അതിലേക്ക് നമ്മളെ നയിക്കുന്നു ക്രമികമായി വേദാന്തശാസ്ത്രം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ സമഷ്ടി അഭിമാനത്തോടു കൂടിയവനാണ്. അപ്പം ജീവൻ്റെ സ്വരൂപം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അത് ഈശ്വര സ്വരൂപമാണ്. ആത്മാവിൻ്റെ തനിഭാവം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ബ്രഹ്മമാ, പരമാത്മാവാ. അത് പ്രക്രിയയിലൂടെ പഠിക്കണം. പക്ഷെ അതേ സമയത്ത് ജീവൻ ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത് ഈശ്വരൻ സമഷ്ടി അഭിമാനിയ, ജീവൻ വ്യഷ്ടി അഭിമാനിയ. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപമാണെന്ന് വേദാന്തം ആവർത്തിച്ച് പറയുന്നത്. അല്ലാതെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാക്കും. മറ്റൊരു പ്രഭാഷണത്തിൽ അങ്ങ് മാലയിൽ ജപിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടു. എന്തുകൊണ്ടാണിത്? ഭഗവാനെ, മാലയിൽ ജപിക്കണം, എന്തിനത്? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജപത്തിൽ മാല ഉപയോഗിക്കരുതെന്ന് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു എന്ന് ആരും പറഞ്ഞേക്കരുത്. ചില അനുഷ്ഠാനങ്ങളിൽ മാല ഉപയോഗിച്ച് ജപിക്കേണ്ടി വരും. പക്ഷേ പലപ്പോഴും ശ്രദ്ധ മാലയിലായി പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരമ്മ അങ്ങനെ നടക്കുന്നുണ്ട്. 32, 33, 34. ഇതെന്താ അമ്മ, എണ്ണം പഠിക്കുകയാണോ എന്ന് ചോദിച്ചു നമ്മൾ. അല്ല സ്വാമി, ഒരു ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് കാലടി വെച്ച് നടക്കണം, പ്രദക്ഷിണം ചെയ്യണം, ക്ഷേത്രത്തിൽ ഓടിപ്പോകാൻ പാടില്ല എന്ന്. ഓരോ കാലുവെപ്പിൽ നാരായണമെന്ന് ജപിച്ചു, നമശിവായം ജപിച്ചോളൂ, എന്നാൽ തിരക്കേടില്ല. ഇത് എണ്ണം പഠിക്കുക. 32, 33, 34. അതുപോലെ മാല അങ്ങനെ ആക്കിയിട്ടേ നമശിവായ നമശിവായ എന്ന് പറയും. ഒരു ശ്രദ്ധ എവിടെ പോകുന്നുണ്ട്? മാലയെ പോകുന്നുണ്ട്. അത് വേണ്ട. അതേ സമയത്ത് ചില അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഇത്ര ലക്ഷം ചെയ്യും എന്നൊക്കെ അനുഷ്ഠാനം ചെയ്യുമ്പോൾ 1, 2 ജപാതി സാധന ചെയ്യുമ്പോൾ ഉറക്കം വരുന്നവർക്ക് നല്ലതാണ് മാല. ഇത് എവിടെയെങ്കിലും ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ ആശയം വേറൊരു പേര് ചോദിച്ചാൽ ഒരു രക്ഷയും കിട്ടില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ തത്വം. 1, മനസ്സിൻ്റെ ശ്രദ്ധ കുറച്ച് അതിൽ പോകും, അതുകൊണ്ട് അത് വേണ്ട. 2, അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഇത്ര ലക്ഷം എന്നൊക്കെ കണക്ക് വേണമെങ്കിൽ മാല വേണം. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എണ്ണത്തിലല്ല പ്രാധാന്യം, ഭാവത്തിലാണ്. ഭാവം പൂർണ്ണമായി മന്ത്രോപാസനയിലാവട്ടെ. ഓങ്കാരം ധ്വനി യോഗ രീതിയിൽ ചൊല്ലിയാലും 2 മാത്രമേ ഉണ്ടാവൂ എന്നത് ശരിയാണോ? നോക്കൂ, ഓങ്കാരം ഓ എന്നുള്ളത് നമുക്ക് ആ അധികം ഉ അധികം മ. അകാരം ഒരു മാത്രയാണ്, ഉകാരം ഒരു മാത്രയാണ്, മകാരം അർദ്ധമാത്രയാണ്. അപ്പോൾ ഓ എന്നുള്ളത് ദീർഘമാണ്. ഹ്രസ്വം പ്ലസ് ഹ്രസ്വം സമം ദീർഘം, പ്ലസ് ഹ്രസ്വം പ്ലുതമാകും. ഓങ്കാരോച്ചാരണം തീർച്ചയായിട്ടും പ്ലുതമായി ചെയ്യാം, തെറ്റില്ല. സംഗീതത്തിൽ ദീർഘത്തെ പ്ലുതമാക്കാൻ വിധിയുണ്ട്. അതുപോലെ തന്നെ ഓങ്കാരവും മറ്റും ചെയ്യുന്ന സമയത്ത് ദീർഘമായ ഓങ്കാരം ഉച്ചരിക്കാം, തെറ്റല്ല. എങ്കിലും അവിടെ അകാരത്തിനും ഉകാരത്തിനും ഓരോന്ന് വീതം 2 മാത്രമേ കണക്കിൽ നമ്മൾ കൂട്ടൂ. അപ്പോൾ ഉച്ചരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ ഓം എന്ന് വായിക്കില്ല, തെറ്റാ, ഓം എന്നേ വായിക്കൂ. പക്ഷെ അനുഷ്ഠാനം ചെയ്യുന്ന സമയത്ത് ദീർഘമാവാം, സംഗീതത്തിലും ദീർഘമാവാം, പ്ലുതമാവാം. എങ്ങനെയാണ് ഈഗോ ഓവർകം ചെയ്യാൻ കഴിയുന്നത്? ഈഗോ വലുതാക്കിയാൽ മതി, ചെറുതാക്കണ്ട. ആരും ചെറുതാക്കണ്ട. വലുതാക്കുക വലുതാക്കുക വലുതാക്കുക. എത്ര വലുതാക്കാമോ അത്രയും വലുതാക്കുക. അതാണ്. എന്തിന് ഈഗോനെ പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അത് താനേ ആവുന്ന സമയത്ത് ആയിക്കോട്ടെ, പോണ സമയത്ത് പോയിക്കോട്ടെ, വരുന്ന സമയത്ത് വന്നോട്ടെ. അതിനെപ്പറ്റി ഒന്നും വ്യാകുലപ്പെടണ്ട. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിൽ ഉറച്ച മനസ്സുണ്ടാവുക, ബാക്കിയെല്ലാം അപ്രസക്തമായി പോകും. യാതൊരു സംശയവും ഇല്ല. ഇത് വിസ്തരിച്ച് പറയേണ്ടതാണ്, പക്ഷേ ഏറ്റവും ചുരുക്കി ഉപസംഹരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. ഇനി
കൂടുതൽ ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. എല്ലാ ശുഭാശംസകളും നേർന്നുകൊള്ളുന്നു. സ്വാമിജി, ക്ഷമിക്കണം, 1-2 പേര് കൂടി ചോദ്യങ്ങളുമായി. സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സ്വാമിജി, സമയമുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലാവാം. ഇവിടുത്തെ സമയം സംഘാടകർ നോക്കുക. നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. എന്നാ ചോദിച്ചോളൂ. നമസ്കാരം സ്വാമി. സ്വാമി, ഞാൻ ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രശ്നമാണ്. അതായത് എൻ്റെ തലമുറ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ആ തലമുറയ്ക്ക് കുറേ കാര്യങ്ങൾ നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാമായിരുന്നു. അതിനുശേഷം വന്ന തലമുറയ്ക്ക് അതിൽ കുറച്ച് അറിയാവൂ. കാര്യം അവരുടെ ജോലി തിരക്കും പഠിത്ത കാരണം കൊണ്ട് ഒരുപാട് അകലെ സംസ്കാരത്തിൽ നിന്ന് മാറിയായിരുന്നു. ഇനി വരുന്ന തലമുറകൾക്ക് ഈ സംസ്കാരത്തെ കുറിച്ച് അറിയണമെന്ന് വളരെ താല്പര്യമാണ്. അവർ ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ നമ്മളടുത്ത് ചോദിക്കും. ഇപ്പോൾ ഒരു ദേവത നിൽക്കുമ്പോൾ അവർക്ക് ഈ 10 കൈ എന്താണ്? അപ്പോൾ സ്വാമി നേരത്തെ പറഞ്ഞു, യുക്തമായി നമ്മൾ ആൻസർ പറയണമെങ്കിൽ നമ്മൾ ആ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയണം. എങ്കിലേ ഈ വരും തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പല ഓർഗനൈസേഷൻസും ഇവിടെ പല കാര്യങ്ങളും ഇതേപോലെ യോഗ ക്ലാസ്സുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ സംസ്കാരത്തെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്കതിൽ യാതൊരു വിവരവുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞപ്പോൾ. ഇവിടെ അറിഞ്ഞേ മതിയാവൂ, അറിയിച്ചേ മതിയാവൂ. ഈ ഒരു അനിവാര്യതയിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേരുകയാണ്. അറിഞ്ഞേ മതിയാവൂ, അറിയിച്ചേ മതിയാവൂ എന്നുള്ള അനിവാര്യതയിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേരുകയാണ്. അതിൻ്റെ പരിണാമമാണ് ഇന്ന് വ്യാപകമായി ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭാരതത്തിലായാലും ഭാരതത്തിന് പുറത്തായാലും എവിടെയായാലും ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കാനുള്ള ഉത്സാഹം വർദ്ധിച്ച് വരികയാണ്. ഒരു 10-30 കൊല്ലം മുമ്പ് 2-3 പേര് പങ്കെടുക്കുന്ന ക്ലാസ്സുകളിൽ ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുകയാണ്. കൂടുതൽ ഇവിടെ തന്നെ ഈ ഒരു പരിപാടി ഒരു 50 കൊല്ലം മുമ്പാണെങ്കിൽ എത്ര പേരുണ്ടാവുമായിരുന്നു? ചിലപ്പോൾ 2 പേരേ ഉണ്ടാവുള്ളൂ. ഒന്ന് സംസാരിക്കുന്ന ആളും മറ്റത് മൈക്ക് ഓപ്പറേറ്റർ, സംഘാടകനല്ല. അയാൾ വിചാരിക്കും ഇയാളൊന്ന് നിർത്തിപ്പോണം, ഇയാൾ വിചാരിക്കും അയാളെങ്കിലും കേൾക്കണുണ്ടല്ലോ എന്ന്. ഇന്ന് അതല്ല സ്ഥിതി. പ്രത്യേകിച്ച് യുവസമൂഹം കൂടുതൽ മനസ്സിലാക്കാൻ മുന്നോട്ട് വരികയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ സത്സംഗങ്ങൾ സംഘടിപ്പിക്കുക. എന്ത് തന്നെയാണെന്ന് വെച്ചാലും ഇപ്പം ഇവിടെ ഒരു പട്ടണം നമ്മൾ തിരഞ്ഞെടുക്കുക. ആ പട്ടണത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവും പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ള ആൾ. ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ക്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര ദൂരത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. അങ്ങനെയുള്ള ആചാര്യന്മാരെ ക്ഷണിച്ച് ക്ലാസ്സുകൾ എടുപ്പിക്കുക. ഇല്ലെങ്കിൽ അതിന് സാധ്യമല്ലേ, ഇതിന് ദിവസം നീക്കി വെച്ചേ മതിയാവൂ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിക്കുക. ഇന്ന് ഏത് വിഷയത്തെ സംബന്ധിച്ചും പഠിക്കണം എന്നുള്ളവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇൻ്റർനെറ്റ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ കുറച്ച് സെലക്റ്റീവ് ആവണമെന്ന് മാത്രം. കാരണം ഒരുപാട് തട്ടിപ്പുകൾ അതിൻ്റെ പേരിലുണ്ട്, ഒരുപാട് തെറ്റായ വിവരങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആധികാരികമായ സോഴ്സ് കണ്ടെത്താൻ നമുക്ക് കഴിയണം, അത്രയേ ഉള്ളൂ. അതിനൊക്കെ ഒരുപാട് സഹായങ്ങൾ ഇന്ന് ലഭിക്കും. അപ്പോൾ ഇൻ്റർനെറ്റ് മാധ്യമം ഉപയോഗിക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ ഇന്ന് ആശ്രയിക്കാം. ഇഷ്ടം പോലെ പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടോ? സാധ്യത ഇന്ന് 10 മടങ്ങുണ്ട്. 10 മടങ്ങ്. ഒരു 5 കൊല്ലം മുമ്പ് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അറിയുന്നുണ്ട്. ഒന്ന് മാത്രം മനസ്സിലാക്കുക, കുട്ടികളുടെ യുക്തിയുക്തമായ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നാളെ അവർ നമ്മുടെ വീട്ടിലുണ്ടാവില്ല. കാരണം പല വിശ്വാസങ്ങളെ പറഞ്ഞ് അവരെ ആകർഷിക്കാനുള്ള സംഘടനകൾ വളരെ ശക്തിയുക്തം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാലയങ്ങൾ കേന്ദ്രമാക്കിയിട്ട്, പ്രത്യേകിച്ച് തൊഴിൽ സ്ഥലങ്ങൾ കേന്ദ്രമാക്കിയിട്ട്.
അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കളാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി അവരെ മനുഷ്യരാക്കി എടുക്കാനുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകണം. എവിടെ സത്സംഗങ്ങൾ സംഘടിപ്പിക്കാമോ അവിടെ സംഘടിപ്പിക്കുക. നേരത്തെ ഇവിടെ എന്ത് സുഖമുണ്ട്, നേരത്തെ കുറേ കുട്ടികൾ എത്ര നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു, എന്തെല്ലാം അവർ അവതരിപ്പിച്ചു. അവർ ധർമ്മപഠനം എളിയ രീതിയിലെങ്കിലും ഇവിടെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എത്രയോ സന്തോഷമാണ്. അതിനെ വളർത്തുക. അത്തരം സത്സംഗങ്ങളിലേക്ക്, ബാലവേദികളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുക. കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ ഒരു ക്ലാസ്സിന് പങ്കെടുക്കുക. നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ചില ഗ്രൂപ്പുകളെ പരിചയപ്പെട്ടു. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിന് കൊണ്ടാക്കും, അതേ സമയത്ത് മുതിർന്നവർക്കും ക്ലാസ്. മുതിർന്നവർക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് യോജിച്ചത് കുട്ടികൾക്ക് പറ്റും, കുട്ടികൾക്ക് യോജിച്ചത്. ഇത് ഭാരതത്തിലല്ല പറഞ്ഞത്, പുറത്താണ്. അപ്പം അതുപോലുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള സംഘടനകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആവേശത്തിന് നാളെ 10 ക്ലാസ് വേണം, നാളെ ഒന്നായിട്ട് ബ്രഹ്മസൂത്രം കലക്കി കുടിക്കണം എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ക്രമമായി പതുക്കെ പഠിക്കാൻ സാധിക്കും. ഇച്ഛാശക്തി, ഉറച്ച ഇച്ഛാശക്തി നമുക്ക് വേണം എന്ന് മാത്രം. അതിനുള്ള സാധ്യത ഇന്ന് എന്നത്തെക്കാളും ഉണ്ട് എന്ന് പറയട്ടെ. അത് ഭാരതത്തിലായാലും മറ്റു പ്രദേശങ്ങളിലായാലും സംശയമില്ല. അതുകൊണ്ട് പഠിച്ചേ മതിയാവൂ, മനസ്സിലാക്കിയേ മതിയാവൂ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ശാസ്ത്രീയത സ്വയം ഉൾക്കൊള്ളാനും ലോകത്തിന് ശാന്തിയെ നൽകുന്ന ഈ സംസ്കൃതിയെ പ്രസരിപ്പിക്കാനും സാധിക്കൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. പിന്നെ വേറെ ആരുണ്ട് പറഞ്ഞേ? അപ്പം നമുക്ക് ചോദ്യങ്ങളുമായി ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുന്നോട്ട് വരിക. എല്ലാവരും സംശയങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. ഓ വളരെയധികം നന്ദി സ്വാമിജി. അത്യുജ്വലമായ അവിടുത്തെ വാക്കുകൾ കൊണ്ട് ധന്യമായ ഒരു സായാഹ്നം സമ്മാനിച്ച സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ വിനീത പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. സ്വാമിജി പറഞ്ഞതുപോലെ 10,500-ലേറെ മന്ത്രങ്ങളുള്ള ലോകത്തിൽ ആദ്യത്തെ ഗ്രന്ഥമെന്ന് നിസ്സംശയം പറയാവുന്ന ഋഗ്വേദ സംഹിത